Hi everyone, welcome to Dream Distance Education. Today we are going to discuss our new paper code BEGLA 135. പേപ്പർ നെയിം എന്താണ്? ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് അല്ലേ? അപ്പോൾ നമ്മളുടെ എക്സാം ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ നമ്മളുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് എന്ന ഒരു പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. അതായത് കൂടുതലായിട്ടും നമുക്കിതിന്ന് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എഴുതാനുണ്ടായിരിക്കുക. കൂടുതലായിട്ടും ഗ്രാമർ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ ഒരു എസ്സേ, കുറച്ച് ഷോർട്ട് നോട്ട്സ്, ഇത്രയാണ് ഈ ഒരു, അതുപോലെ ഒരു ഡയറി എൻട്രി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പേപ്പറിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ യൂണിറ്റിൻ്റെ എൻഡിലായിട്ട് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഓരോ ടോപ്പിക്കിൻ്റെ എൻഡിൽ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആക്ടിവിറ്റീസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നമ്മളുടെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ യൂണിറ്റിൻ്റെയും ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കീകളും ആൻസേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാലും ആ ക്വസ്റ്റ്യൻസും ഡയറക്റ്റായിട്ട് ചോദിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ 3-4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്തും ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പേപ്പറിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്, അതല്ലെങ്കിൽ സാധാരണ റെഗുലറായിട്ട് കണ്ടുവരുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകൾ മാത്രം നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൂടുതലായിട്ട് വായിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൽ നിന്നും ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഷോർട്ട് നോട്ട് ആയിക്കോട്ടെ, എസ്സേ ആയിക്കോട്ടെ, സ്പീച്ച് ആയിക്കോട്ടെ, വാട്ട് ഇറ്റ് ഈസ്, അതെന്താണ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതാനായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷ് കൊണ്ട് യൂസ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിന് ഡെയിലി ലൈഫിൽ എന്താണ് പ്രാധാന്യം അല്ലേ? അപ്പോൾ ഇതെല്ലാമാണ് ആ ഒരു ബുക്കിൽ പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ പോർഷൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാമാണ് നമ്മളുടെ എക്സാമിൻ്റെ അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡലിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാമാണ് കമ്പൽസറി ആയിട്ട് വരുന്ന ഒന്നാണ് റീഡിങ് കോംപ്രഹെൻഷൻ അല്ലേ? റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? റീഡിങ് കോംപ്രഹെൻഷൻ പാസേജ് തന്ന് അതിനെ ബേസ് ചെയ്ത് ഒരു 3-4 പാസേജ് തരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് അല്ലേ? ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ എന്തിൽ നിന്ന് കണ്ടുപിടിക്കണം? നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പാസേജിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് കോംപ്രഹെൻഷനിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡിങ് കോംപ്രഹെൻഷൻ്റെ ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു റീഡ് ദ ക്വസ്റ്റ്യൻസ് അല്ലേ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ക്വസ്റ്റ്യൻസ് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ മീനിങ് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ദെൻ യു ഷുഡ് റീഡ് ദ പാസേജ്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള ആ പാസേജ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ എന്താണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു മൈൻഡോട് കൂടി നമ്മൾ ആ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് റീഡിങ് കോംപ്രഹെൻഷൻ്റെ ചെയ്യേണ്ടത്. അതേപോലെ ചിലപ്പോൾ മേ ബി നമുക്ക് കുറച്ച് വേർഡ്സുകൾ തന്നിട്ട് ആ വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് നമ്മുടെ ആ പാസേജിൽ ഉണ്ടായിരിക്കാം അല്ലേ? അങ്ങനെ ഓപ്പോസിറ്റ് വേർഡ് കണ്ടുപിടിക്കാൻ, മീനിങ്സ് കണ്ടുപിടിക്കാൻ, അങ്ങനെയൊക്കെയുള്ള വേർഡുകളാണെന്നുണ്ടെങ്കിലും ഏത് പാരഗ്രാഫിലാണ് ആ വേർഡ് ഇരിക്കുന്നത് എന്ന് വരെ അവരവിടെ ക്ലൂ തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു അൺപെയർ എന്നൊരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഉള്ള പാസേജ് ഏതാണ്? മേ ബി പാരഗ്രാഫ് 2 ആയിരിക്കാം. അപ്പോൾ അവരതിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് തരുന്നുണ്ട്? പാരഗ്രാഫ് 2 എന്ന് തരുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലൂ കൂടി എവിടെ ഉണ്ടായിരിക്കും? ആ ഒരു പാസേജിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലാണ് നമ്മളുടെ റീഡിങ് കോംപ്രഹെൻഷൻ്റെ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ള ഒരു
സെക്ഷൻ തന്നെയാണ്. നമ്മൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, മീനിങ് മനസ്സിലാക്കുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ പാസേജുകൾ നമ്മൾ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറുകൾ അതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഫോം ഓഫ് വെർബ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഫോം ഓഫ് വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിൻ്റെ ഫോമുകൾ അല്ലേ, പാസ്റ്റ് V1 V2 V3 അങ്ങനെ കുറച്ച് ഫോമുകളുണ്ട്. അപ്പം നമുക്ക് ഓരോന്ന് പറയാം, ഏതൊക്കെയാണെന്നുള്ളത് പറയാം. പിന്നെ ഫോം ഓഫ് വെർബ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ റീഡിങ് കോംപ്രഹെൻഷൻ കഴിഞ്ഞാൽ ഈ 3ാമത്തെ മുതൽ 7ാമത്തത് വരെ നിങ്ങൾക്ക് ഫുൾ വരുന്നത് എന്താണ്, ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഗ്രാമറിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങൾ മാത്രം നിങ്ങൾ കവർ ചെയ്താൽ മതി. എന്താ വെർബിന്റെ ഫോമുകൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് എന്താണ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. അപ്പോൾ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമുക്ക് 2 തരത്തിൽ ചോദിക്കാം. അത് ഓപ്ഷണലാണ്. മേ ബി ആക്റ്റീവ് ആൻഡ് പാസീവ് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്, ചിലതിൽ കാണുന്നില്ല. പക്ഷെ അതും എന്താണ്, അതായത് ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് മേ ബി അത് ചോദിക്കില്ല, അപ്പോൾ തൊട്ടടുത്തുള്ള എക്സാമിന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഏത്, ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന ആ ഒരു സെക്ഷൻ. അത് നമുക്ക് ഡയറക്റ്റ് സെന്റൻസ് തന്നിട്ട്, ആക്റ്റീവ് സെന്റൻസ് തന്നിട്ട് അതിനെ പാസീവിലോട്ട് ചേഞ്ച് ചെയ്യാനും, അതുപോലെ പാസീവ് സെന്റൻസ് തന്നിട്ട് അതിനെ ആക്റ്റീവിലോട്ട് ചേഞ്ച് ചെയ്യാനും തരാറുണ്ട്. അതുപോലെ തന്നെ പാസേജ് തന്നിട്ട് അത് ഏത് ടെൻസിലാണ് ആ സെന്റൻസ് തന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ പാസീവിലേക്ക് അല്ലെങ്കിൽ ആക്റ്റീവിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് എന്താണ്, പ്രിപ്പോസിഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾസ് ആണ്. ദെൻ മോഡൽ ഓക്സിലറി വെർബുകളെ കുറിച്ചിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ഫ്രൈസൽ വെർബുകളെ കുറിച്ചിട്ടും വരുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഗ്രാമർ ആക്ടിവിറ്റീസിൽ വരുന്നത്. ഓക്കെ, ഗ്രാമർ പോർഷൻസിൽ നമ്മൾ പഠിക്കേണ്ടത് ഈ ടോപ്പിക്കുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ട് ആ ഭാഗങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് വന്നിട്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് 150 വേർഡ്സിനൊക്കെ ആയിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറയുന്നത്, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ആ ടോപ്പിക് എന്ന് മനസ്സിലായിട്ട് യുവർ ഓൺ വ്യൂലാണ്, നമ്മളുടെ വ്യൂ പോയിന്റ് എന്താണോ അതിനെക്കുറിച്ചുള്ളത് അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അല്ലാതെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും അതിൽ ഷോർട്ട് നോട്ട്സിൻ്റെ ടോപ്പിക്കുകൾ തന്നിട്ടുണ്ടായിരിക്കുക. മേ ബി 4 എണ്ണം തന്ന് 2 എണ്ണത്തിനെ കുറിച്ചിട്ടൊക്കെ എഴുതാനായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് കോൺവെർസേഷൻ മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡയലോഗ് മേക്ക് ചെയ്യാൻ അല്ലെ. അത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്ന് അതിലെ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറയാറുള്ളത്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് സ്പീച്ച് ആണ്. സ്പീച്ച് ഇതുപോലെ എന്താണ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ സ്പീച്ചിനുള്ള ആ ഒരു സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എന്താണ് എന്നുള്ളത് നമുക്ക് തരും. ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും, ഒരിക്കലും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ളതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ജനറൽ ആയിട്ട് വരുന്നതാണ്. ദെൻ ഡയറി എൻട്രി നമ്മുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ഡയറി എഴുതാനൊക്കെ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സെക്ഷനെല്ലാം നമുക്ക് 10 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഈ ഒരു പേപ്പർ തന്നെ 100 മാർക്കിനാണ് ടോട്ടൽ. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. 3 മണിക്കൂറാണ് നിങ്ങൾക്ക് ഈ പേപ്പർ എഴുതാൻ അലോട്ട് ചെയ്തിട്ടുള്ള ടൈം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു പേപ്പറിനെ കുറിച്ച് നമുക്ക് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൂടി പറയാം. ഓക്കെ, റീഡിംഗ് കോംപ്രഹെൻഷൻ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റെഗുലറായിട്ട് കണ്ടുവരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും റീഡിംഗ് കോംപ്രഹെൻഷൻ വരുന്നത്. അപ്പോൾ മിനിമം ഒരു 4 പാസേജെങ്കിലും ഉള്ള ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾക്ക് 30 മാർക്കിനാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 13 മാർക്കാണ് നമുക്ക് ഈ ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നമുക്ക് ഈസി ആയിട്ട് 30 മാർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ 30 മാർക്ക് വാങ്ങിക്കേണ്ടത് എന്ന് കരുതിയാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിക്കുക. ഏതൊക്കെയാണ് നമുക്ക് ആ ഒരു പാസേജിനെ അല്ലെങ്കിൽ ആ ഒരു പാസേജുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ ആദ്യം നോക്കുക.
ഓക്കെ, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ മീനിങ് എന്താണ്, ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് കഴിയുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പാസേജ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഒരു 2 or 3 തവണ തന്നെ നമ്മൾ വായിക്കണം. ഓക്കെ, സമയം നിങ്ങൾ ശ്രദ്ധിക്കണം. 3 മണിക്കൂറാണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സമയം നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്യാനും പാടില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ അത്രയും 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ എഴുതാനുള്ള ടൈം നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 തവണയെങ്കിലും നിങ്ങൾ ആ ഒരു പാസേജ് വായിക്കുക. ഓക്കെ, ആ പാസേജ് വായിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ആ തന്ന ക്വസ്റ്റ്യൻസിന്റെ മീനിങ് അറിയുമ്പോൾ നമ്മൾ ആ 2 or 3 തവണ വായിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എന്താണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ ആ ആൻസേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ. 2 or 3 തവണ വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആ വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിച്ചെടുത്തിട്ട് എഴുതുക. ഓക്കെ, അതാണ് റീഡിംഗ് കോംപ്രഹെൻഷനിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈസി ആയിട്ട് വരുന്ന വേറൊരു ടൈപ്പാണ് പിക്ക് ഔട്ട് വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദ ഫോളോയിങ് വേർഡ്സ് ഓർ ഫ്രേസ്. അതായത് എന്താ പറയുക, ഒരു 5 വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു 5 ഫ്രേസ് തന്നിട്ടുണ്ട് അല്ലെ. ഈ 5 എണ്ണം നമ്മൾക്ക് ഏത് പാരഗ്രാഫിലാണ് എന്ന് വരെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, വെരി ഇംപ്രസീവ് എന്ന് തന്നിട്ട് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, പാരാ 1 എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പിക്ക് ഔട്ട് വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് വിച്ച് മീൻ ദ സെയിം ആസ് ദ ഫോളോയിങ് വേർഡ്സ് ഓർ ഫ്രേസ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ താഴെ തന്നിട്ടുണ്ട് വെരി ഇംപ്രസീവ്, വെരി ഇംപ്രസീവ് എന്ന് വേർഡ് തന്നിട്ടുണ്ട്. ആ വേർഡ് നമുക്ക് എവിടെ നോക്കിയാലാ കാണും അതിന്റെ ആൻസർ, അതിന്റെ ആ ഒരു സെയിം മീനിങ് വരുന്നില്ല. പിക്ക് ഔട്ട് വേർഡ് ഫ്രം ദ ടെക്സ്റ്റ് വിച്ച് മീൻ സെയിം ആസ് ദ ഫോളോയിങ്, അതായത് വെരി ഇംപ്രസീവ് എന്ന് മീനിങ് വരുന്ന ഒരു വേർഡ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളോട് ആ വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതുപോലെ സുപ്പീരിയർ, ഓൾമോസ്റ്റ് പെർഫെക്റ്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടു വൺ സെൽഫ്, അതുപോലെ എന്താണ് ഹോൾ ഹേർട്ടഡ് കമ്മിറ്റ്മെന്റ്, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അത് ഹോൾ ഹേർട്ടഡ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത് പാരഗ്രാഫ് 3-ലാണ്. ദെൻ സുപ്പീരിയർ എന്നുള്ളതും പാരഗ്രാഫ് 3-ലാണ്. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ള ഒരു വേർഡും പാരഗ്രാഫ് 3-ലാണ്. ദെൻ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ടു വൺ സെൽഫ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഉള്ളത് പാരഗ്രാഫ് 4-ലാണ്. അങ്ങനെ ഏത് പാരഗ്രാഫിലാണ് എന്ന് വരെ നമുക്ക് ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് എന്തിന് വരുന്നത് നമ്മളുടെ. അതുപോലെ പിന്നെ വരുന്നത് മേക്ക് സെന്റൻസസ് ഓഫ് യുവർ ഓൺ യൂസിങ് ദ വേർഡ്സ് ഓർ ഫ്രേസ് ഗിവൺ ബിലോ. അതായത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആയിരിക്കും, ടെക്സ്റ്റ് ബുക്കിൽ മീൻസ് നമുക്ക് തന്നിട്ടുള്ള ആ പാസേജിന്റെ അല്ലെ, ആ ഒരു പാസേജിലെ വേർഡോ അല്ലെങ്കിൽ ഫ്രേസോ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് സിമ്പിൾ സെന്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. 5 മാർക്കിനാണ്, 5 വേർഡ്സ് ആണ്, 5 മാർക്കിനാണ്. ഇതും എങ്ങനെയാണ് തന്നത്, 5 വേർഡ്സ് ആണ് തരുന്നത്, 5 മാർക്കിനാണ് തരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ റീഡിംഗ് കോംപ്രഹെൻഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ ഓപ്ഷൻ ആയിട്ട് ABCD എന്നിങ്ങനെയാണ് കൊടുക്കുന്നത്. ദെൻ അതിൽ D വരുന്നത് റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് ഓൺ ഹൗ യു കിക്ക് സ്റ്റാർട്ട് യുവർ ഡേ ടു അച്ചീവ് ദ ബെസ്റ്റ് റിസൾട്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എസ്സേ ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. അബൌട്ട് 100 to 150 വേർഡ്സ്, 10 മാർക്കിനാണ്. 150 വേർഡ്സ് ആണ് നിങ്ങൾക്ക് 10 മാർക്കിന് എഴുതേണ്ടുള്ളൂ. അപ്പൊ റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞത് കേട്ടോ, എസ്സേ അല്ല, പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞത്. എന്താണ് ക്വസ്റ്റ്യൻ, ഓൺ ഹൗ യു കിക്ക് സ്റ്റാർട്ട് യുവർ ഡേ ടു അച്ചീവ് ദ ബെസ്റ്റ് റിസൾട്ട് അല്ലെ. നമ്മളുടെ ഡേ നല്ലൊരു ഡേ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് ഒരു പാരഗ്രാഫ് എഴുതുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളുടെ വ്യൂവിലാണ് എഴുതുന്നത്. അല്ല, അതായത് എന്റെ വ്യൂ ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ഉണ്ടായിരിക്കുന്നത് അല്ലെ, എന്റെ ഫ്രണ്ടിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ വ്യൂവിലാണ് നമ്മളോട് എഴുതാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് അവിടെ നമ്മളുടെ വ്യൂ പോയിന്റ് എന്താണോ അതിൽ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ റീഡിംഗ് കോംപ്രഹെൻഷനിൽ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, അത് ആരും മിസ്സാക്കരുത്. പിന്നെ പറയുന്നത് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി എന്ന് പറയുന്നുണ്ട് അല്ലെ. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ റീഡിംഗ് കോംപ്രഹെൻഷൻ ഇത്രയാണ് വരുന്നത്. നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ഫോംസ് ഓഫ് വെർബ് ആണ്.
വെർബിന്റെ ഫോമുകൾ അല്ലെ. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ V1 V2 V3 എന്നുള്ളതാണ് വെർബിന്റെ ഫോമുകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പല ടൈപ്പിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളതിന്റെ ജസ്റ്റ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഫോം ഓഫ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബേസിൽ നമുക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് വരുന്നത് എ വെർബ് ഈസ് എ വേർഡ് ദാറ്റ് എക്സ്പ്രസ് ആൻ ആക്ഷൻ. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ആക്ഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് വെർബ് എന്ന് പറയുന്നത് അല്ലെ. വെർബ്സ് ആർ ഓഫൺ റെഫർഡ് ടു അസ് ഡൂയിങ് ഓർ ആക്ഷൻ വേർഡ്സ് അല്ലെ. നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മളിൽ വരുന്ന ആക്ഷൻസ് അല്ലെ. ഈ വേർഡ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് എപ്പോഴും വെർബ് എന്നതുകൊണ്ട് കണക്കാക്കുന്നത് അല്ലെ. ബിക്കോസ് ദേ ഇൻഡിക്കേറ്റ് ആക്ഷൻസ് പെർഫോംഡ് ബൈ എ സബ്ജക്ട്. ഒരു സബ്ജക്റ്റിൽ നിന്നും ഉണ്ടാകുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് എന്താണോ ചെയ്യുന്നത് അതാണ് വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. രമേശ് വാക്സ് എവരി ഡേ. രമേശ് എന്ത് ചെയ്യുന്നുണ്ട്? എന്നും നടക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഈ വാക്സ് എന്നുള്ളത് എന്താണ്? വാക്ക് എന്ന വെർബിന്റെ ഫോം ആണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഏതെല്ലാം തരത്തിലാണ് ഈ വെർബ് ചേഞ്ച് ആവുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആവുന്നത് കൂടി നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു വെർബിന്റെ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് 3 എണ്ണത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്, അതുപോലെ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്. ഇതിൽ 3ലും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ അധികം ചോദിക്കുന്നില്ല, എന്നാലും കൂടുതലായിട്ട് ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫിലും അതുപോലെ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിലും കൂടിയാണ്. ഓക്കെ, അപ്പോൾ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ ബേസ് ഫോം വരുന്നത്, ബേസ് ഫോം ആണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ബ്രാക്കറ്റിൽ തരുന്നത്. നമുക്ക് ഇനി എക്സാമ്പിൾ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബേസ് ഫോം ആണ് നമുക്ക് തരുന്നത്. അതിന്റെ ഫോമുകൾ ഏതാണോ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം ഏതാണോ അവിടെ യൂസ് ചെയ്യേണ്ടത്, ആ സെന്റൻസിന് യൂസ് ചെയ്യേണ്ടത്, അത് നമ്മൾ ചൂസ് ചെയ്തിട്ട് എഴുതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ബേസ് ഫോമിന് കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട് ഇവിടെ. റൈറ്റ്, ജംപ്, ഈറ്റ്, തിങ്ക്. ഇതിന്റെ തന്നെ യെസ് ഫോം, പാസ്റ്റ് ഫോം, അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ING ഫോം. ഇത്രയും ഫോമുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. V1 V2 V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അങ്ങനെയാണ് V1 V2 V3 പറയുന്നത്. ഇത് എങ്ങനെയാണ്? അപ്പോൾ അതെന്താണ്? റെഗുലർ വെർബിലും ഇറഗുലർ വെർബിലും വരുന്നുണ്ട് അല്ലെ. അപ്പൊ റെഗുലർ വെർബ് ആകുമ്പോൾ അത് ED ചേർക്കുക, EN ചേർക്കുക, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇറഗുലർ വെർബ് ആകുമ്പോൾ അത് എന്താണ്? വേർഡ്സ് തന്നെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇറഗുലർ വെർബ് ആയിട്ടുള്ള ഒന്നിന് എക്സാമ്പിൾ ആണ് ഗോ, വെന്റ്, ഗോൺ അല്ലെ. 3ഉം എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത് V1 ആണ്, V2 ആണ്, V3 ആണ് അല്ലെ. അപ്പൊ ഇത് ബേസ് ഫോം ആണ്, ഇത് പാസ്റ്റ് ഫോം ആണ്, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? ഇതേ ഫോമുകൾ തന്നെയാണ് പറയുന്നത്. അതിന്റെ മുന്നേ യെസ് ഫോം പറയുന്നുണ്ട് അല്ലെ. യെസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ നമ്മൾ എന്തിന്റെ വെർബിന്റെ കൂടെ യെസ് ആഡ് ചെയ്യണം അല്ലെ. അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ വെർബിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? യെസ് ചേർത്ത് കൊടുക്കണം. ഇൻ കേസ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ ബേസ് ഫോം നമ്മൾ ചേർത്ത് കൊടുക്കാൻ മതി. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഗ്രാമറിന്റെ വെർബിനെ കുറിച്ചിട്ട് അതുപോലെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഇതിനൊക്കെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ടെൻസ്. വി ഹാവ് 12 ടെൻസ് ഇൻ അവർ ഇംഗ്ലീഷ് അല്ലെ. ആ ഒരു 12 ടെൻസിന്റെ ജസ്റ്റ് ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ അയച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണുക. ഓക്കെ, അപ്പൊ യെസ് ഫോം നോക്കൂ. റൈറ്റ് എന്നതിന്റെ യെസ് ഫോം എന്താണ്? റൈറ്റ്സ് എന്നാണ് അല്ലെ. ജംപ് എന്നതിന്റെ ജംപ്സ്, ഈറ്റ് ഈറ്റ്സ്, തിങ്ക് തിങ്സ് അല്ലെ. എന്തേ ചെയ്തിട്ടുള്ളൂ? ജസ്റ്റ് അതിന്റെ കൂടെ യെസ് ചേർത്തിട്ടേ ഉള്ളൂ. അപ്പൊ യെസ് ചേർക്കുന്നത് എപ്പോഴാണ്? സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിലെ സബ്ജക്ട് സിംഗുലർ അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ് ഫോം ചേർക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ഇതൊരു ഇറഗുലർ വെർബ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ യെസ് ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗോസ് ആണ് അല്ലെ. ഗോസ് ആണ് യെസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോ എന്നതിന്റെ യെസ് ഫോം എന്താണ്? ഗോസ് എന്നാണ് വരുന്നത് അല്ലെ. ദെൻ നെക്സ്റ്റ് ഫോം എന്താണ്? പാസ്റ്റ് ഫോം ആണ് അല്ലെ. പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V2 ആണ് നമ്മൾ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ കാര്യങ്ങള്, നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ്റ്റില് അല്ലെ. സിമ്പിൾ പാസ്റ്റ് ആയിക്കോട്ടെ,
അതിലൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ്റ്റ് ഫോം പറയുന്നത്. അപ്പൊ നോക്കൂ, റൈറ്റ് എന്നതിന്റെ പാസ്റ്റ് ഫോം എന്താണ്, റോട്ട് എന്നാണ് അല്ലെ. ഇത് എന്താണ്, ഒരു ഇറഗുലർ വെർബാണ് റൈറ്റ്. അപ്പൊ റോട്ട് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ അതുപോലെ എന്താണ്, വെന്റ് ആണ് വന്നത് അല്ലെ, വെന്റ് ആണ് വന്നത്. അപ്പൊ ഇവിടെ പാസ്റ്റ് ഫോം റൈറ്റ് എന്നതിന്റെ പാസ്റ്റ് ഫോം വന്നത് എന്താണ്, റോട്ട് എന്നാണ്. അതുപോലെ ജംപ് എന്നതിന്റെ പാസ്റ്റ് ഫോം വന്നത് എന്താണ്, ജംപ്ഡ് ആണ്. ഈറ്റ് എന്നതിന്റെ പാസ്റ്റ് ഫോം വന്നത് എന്താണ്, ate എന്നാണ് അല്ല. ഇതും എന്താണ്, ഒരു ഇറഗുലർ വെർബാണ്. ദെൻ തിങ്ക് എന്നതിന്റെ പാസ്റ്റ് ഫോം വന്നത് തോട്ട് ആണ് അല്ല. അപ്പൊ ഇതും ഒരു ഇറഗുലർ വെർബാണ് അല്ലെ. അപ്പൊ നോക്കൂ, പാസ്റ്റ് ഫോം വരുമ്പോഴേ എങ്ങനെയാണ് വരുന്നത്, റെഗുലർ വെർബ് ആണെങ്കിൽ നമ്മൾ ed ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇറഗുലർ വെർബുകളാണെങ്കിൽ വേർഡ്സിന് തന്നെ ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പാസ്റ്റ് ഫോമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അഥവാ V3 എന്ന് നമ്മൾ പറയും അല്ലെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അഥവാ V3 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ റൈറ്റ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താ നോക്കൂ, റിട്ടേൺ അല്ലെ. റിട്ടേൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്, റിട്ടേൺ. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ നമ്മള് ഗോ വെന്റ് ഗോൺ എന്ന് പറഞ്ഞു. അപ്പൊ റൈറ്റ് അല്ലെ, റൈറ്റ്, റോട്ട്, റിട്ടേൺ അല്ലെ. റൈറ്റ്, റോട്ട്, റിട്ടേൺ ആണ്. V1 V2 V3 പറഞ്ഞു. അതുപോലെ ജമ്പ്, ജമ്പ് എന്താണ്, ഇത് ഇറഗുലർ ആണ്. ഇതെന്താണ്, ഇറഗുലർ വെർബുകളാണ്, ഇറഗുലർ വെർബാണ്. ഇനി റെഗുലർ വെർബ് ആണെങ്കിലോ, റെഗുലർ വെർബ് ആണെങ്കിൽ എങ്ങനെ വരുന്നത് നോക്കൂ, ജമ്പ് ആണ് അല്ലെ. ജംപ്, ജംപ്ഡ് അല്ലെ. ജംപ്ഡ്, ഇത് തന്നെയാണ് വരുന്നത്, ജംപ്ഡ് തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ റെഗുലർ വെർബ് ആവുമ്പോ എന്താണ്, ed ചേർക്കാണ് ചെയ്യുന്നത്. ഇറഗുലർ വെർബ് ആവുമ്പോ വേർഡ്സിന് തന്നെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഈ വെർബിന്റെ എന്താ പറയാ, V1 V2 V3 ഫോമുകൾ നമ്മൾ പഠിച്ചിരിക്കണം, പ്രത്യേകിച്ചിട്ട് ഇറഗുലർ വെർബുകളുടെ. അത് നമുക്ക് തെറ്റാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ് ഇറഗുലർ വെർബിന്റെ ഫോമുകൾ. ഓക്കെ, അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്ന വേണം, എന്നാൽ തന്നെ നമുക്കത് പഠിക്കും. ഓക്കെ, അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ എഴുതി. റൈറ്റ് എന്നതിന്റെ റിട്ടേൺ, ജംപ് എന്നതിന്റെ ജംപ്ഡ് ആണ്, ഈറ്റ് എന്നതിന്റെ ഈറ്റൻ, തിങ്ക് എന്നതിന്റെ തോട്ട്. ഓക്കെ, ഇനി വരുന്നത് ing ഫോം ആണ്. അപ്പൊ എന്താണ് ഈ ing ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കണ്ടിന്യൂസ് ആയിട്ടിരിക്കുക. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഉണ്ടായിരിക്കില്ലേ, ഇല്ലേ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ലിസണിങ്, ഡാൻസിങ്, വാക്കിംഗ്, സ്പീക്കിംഗ്, സ്ലീപ്പിംഗ് അല്ലെ. അങ്ങനെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നിരുന്ന കാര്യങ്ങൾ, നടന്നിരുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്, ing ചേർക്കുന്നത് അല്ലെ. അപ്പൊ വെർബിന്റെ ഫോം എന്താണ്, ing ഫോം എന്താണ്, റൈറ്റ് എന്നതിന്റെ എന്തായി മാറി, റൈറ്റിംഗ്. ജംപ് എന്നതിന്റെ എന്തായി മാറി, ജംപിംഗ്. ഈറ്റ് എന്നതിന്റെ ഈറ്റിംഗ്. തിങ്ക് എന്നതിന്റെ തിങ്കിങ്. ഓക്കെ, ഇങ്ങനെയാണ് വെർബിന്റെ ഫോമുകള്. ഓക്കെ, ഇതാണ് വെർബിന്റെ ഫോമുകൾ വരുന്നത്. ഇനി സിമ്പിൾ പാസ്റ്റ് ആവുമ്പോ എന്താണ് സബ്ജക്റ്റിലും വെർബിലും വരുന്ന ചേഞ്ച് എന്താണ്, വെർബിൽ വരുന്ന ചേഞ്ച് എന്താണ്. സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ വെർബ് പ്ലൂറൽ ആവും, അല്ലെങ്കിൽ എസ് ചേർക്കും. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ ബേസ് ഫോം ആണ് ചേർക്കുന്നത്. ഇനി അതുപോലെ എന്താണ്, ഒരു പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പറയണെന്നുണ്ടെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് വെർബ് ing ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കണം. അത് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണോ അതോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണോ എന്നുള്ളത് നോക്കുക. ഈസ് പ്ലസ് വെർബ് ing ആണെങ്കിൽ എന്താണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. വാസ് ഓർ വേർ പ്ലസ് വെർബ് ing ആണെങ്കിൽ എന്തായിരിക്കും, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ എന്താ പറയാ, നമ്മൾ സെന്റൻസ് നമ്മൾ നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ വെർബിന്റെ ഫോമുകൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം, ഒരു ക്വസ്റ്റ്യന്റെ ഒരു മോഡൽ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മാറ്റി എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഷീ ഈറ്റ്സ് അല്ലെ. ഒരു വെർബിനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കൂ, ഷീ ഡാഷ് എ ബനാന എവറി ഡേ അല്ലെ. ഷീ ഡാഷ് എ ബനാന എവറി ഡേ എന്നാണ് പറയുന്നത്. എവറി ഡേ ദിവസം നടക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, ഈറ്റ് എന്നും ഈറ്റ്സ് എന്നും ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് വെർബിന്റെ ഫോമുകൾ. മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ തരും, അതർവൈസ് നിങ്ങൾക്ക് വെർബ് ഫോം മാത്രമേ തരുള്ളൂ അല്ലെ, ബേസ് ഫോം മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. അപ്പൊ ഇങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓൾ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഏത് ടെൻസിലുള്ളതാണ് ആ സെന്റൻസ്, അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ ഏത് ടൈപ്പ് സെന്റൻസ് ആണ് അതെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം എവറി ഡേ എന്നൊക്കെ പറയുമ്പോൾ
എന്താണ്, അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ് അല്ലെ. അപ്പൊ അതെന്താണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ അവിടെ നോക്കി നോക്കൂ. പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, സബ്ജക്ട് എന്താണ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ എന്താണ്, ഷീ ആണ് സബ്ജക്ട് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, ഒരാളേ ഉള്ളൂ, സബ്ജക്ട് സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം, നമ്മൾ നേരത്തെ പറഞ്ഞു സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം, വെർബിന്റെ യെസ് ഫോം ആണ് ചേർക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ വരിക, ഷീ ഈറ്റ്സ് എന്നതാണ് വരേണ്ടത്. ഷീ ഈറ്റ്സ് എ ബനാന എവറി ഡേ എന്നാണ് വരുന്നത്. ഷീ ഈറ്റ്സ് എ ബനാന എവറി ഡേ. അപ്പൊ ഇവിടെ ഏതാ ചേർത്തത്, നമ്മള് ഈറ്റ്സ് എന്ന വേർഡാണ് നമ്മളിവിടെ ചേർത്തത് അല്ലെ. ദെൻ രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. ഇവിടെ സബ്ജക്ട് എന്താണ്, ദേ ഡാഷ് ബനാനാസ് എവറി മോർണിംഗ് എന്നാണ്. അപ്പൊ ഇവിടെയും വന്നിട്ടുള്ളത് എന്താണ്, എവറി മോർണിംഗ് എന്ന് തന്നെയാണ്. എവറി ഡേ എവറി മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. സിമ്പിൾ പ്രസന്റിലായിരിക്കും നമ്മൾ അത് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ നമ്മൾ യെസ് ഫോം ചേർക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ ബേസ് ഫോം ചേർത്താൽ മതി. ഓക്കെ. അപ്പോ രണ്ടാമത്തെ സെന്റൻസിലെ സബ്ജക്ട് എന്താണ്, ദേ എന്നാണ്. അവർ, ഒന്നിൽ കൂടുതൽ ആളുണ്ട് അല്ലെ, ഒന്നിൽ കൂടുതൽ ആളുണ്ട്. അപ്പൊ അവരുടെ സബ്ജക്ട് എന്താണ്, പ്ലൂറൽ ആണ് അല്ലെ. അപ്പൊ എന്താണ്, എങ്ങനെ വരുന്നത്, അവിടെ ബേസ് ഫോം മാത്രം ചേർത്താൽ മതി അല്ലെ. വെർബിന്റെ ബേസ് ഫോം മാത്രം ചേർത്താൽ മതി. അപ്പൊ അവിടെ എങ്ങനെ വരിക, ദേ ഈറ്റ് ബനാനാസ് എവറി ഡേ, സോറി എവറി മോർണിംഗ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് നോക്കൂ. ഹി എയ്റ്റ് ബനാന യെസ്റ്റർഡേ. ഹി എയ്റ്റ് ബനാന യെസ്റ്റർഡേ എന്നാണ് പറഞ്ഞത്. അവിടെ യെസ്റ്റർഡേ എന്നുണ്ട് അല്ലെ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയാണ്. അപ്പൊ ഇന്നലെ നടന്ന ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ആ സെന്റൻസ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ്, പാസ്റ്റ് ഫോം ആണ് എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ V2 ഫോം ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഈറ്റ് എന്നതിന്റെ V2 ഫോം എന്താണ്, 8 ആണ്. കണ്ടോ, 8 ആണ് വരുന്നത്. ഓക്കെ. അതേപോലെ ഇവിടെ നോക്കൂ. ഷീ ഹാസ് ഡാഷ് എ ബനാന എന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ സെന്റൻസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരുമ്പോ നമ്മള് V3 ഫോം ആണ് ചേർക്കേണ്ടത്. വെർബിന്റെ തേർഡ് ഫോം ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ചേർക്കേണ്ടത് അല്ലെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുമ്പോ എങ്ങനെ വരുന്നത്, ഷീ ഹാസ് ഈറ്റൺ എ ബനാന എന്നാണ് വരിക. ഈറ്റൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുന്നത്. ഓക്കെ. അപ്പൊ അവിടെ അതാണ് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കൂ. ഷീ വാസ് ഡാഷ് എ ബനാന വെൻ വി അറൈവ്ഡ് ദർ. ഇവിടെ എന്താണ്, രണ്ട് ആക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ. എന്താ ചെയ്യുന്നത്, ഷീ വാസ്, ഇവിടെ എന്താണ്, ഡാഷ് എ ബനാന അല്ലെ. ഷീ വാസ് ഡാഷ് എ ബനാന എന്ന് പറയുന്നത്, അതായത് ഈറ്റിംഗ് ആണ് അവിടെ വരുന്നത്. എങ്ങനെ പറയുന്നത്, അവള് ബനാന കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെൻ, എപ്പോൾ, വി അറൈവ്ഡ് ദർ, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവൾ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ബനാന കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ അതെന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്നതാണ് അല്ലെ. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, വാസ് ഈറ്റിംഗ് അല്ലെ, ING ഫോം വന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ വെർബ് ഫോമിന്റെ എക്സാം. ഇങ്ങനെയാണ് നമ്മൾ വെർബിന്റെ ഏത് ഫോമാണ് അവിടെ വരിക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇനി അതിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം, റീഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ. അപ്പൊ ഇവിടെ ഡിസംബർ 2021 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 5 മാർക്കിനുള്ളത് തന്നെയാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് വെർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് എന്നാണ് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത്, ദ ഡോഗ് ഡാഷ് സിൻസ് മോർണിംഗ്. ദ ഡോഗ് ഡാഷ് സിൻസ് മോർണിംഗ്. ബ്രാക്കറ്റിൽ നമുക്ക് ബാക്ക് എന്ന് തന്നിട്ടുണ്ട്, കുറയ്ക്കുക അല്ലെ. അപ്പൊ ഇന്ന് രാവിലെ മുതലേ ഡോഗ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടെ വരേണ്ടത് അല്ലെ. ആ ഒരു സെന്റൻസ് വരേണ്ടത്. നമുക്ക് ആ ഒരു വേർഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ സെന്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ എങ്ങനെ വരുന്നത്, ഇന്ന് രാവിലെ മുതലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ എന്താ ചേർക്കേണ്ടത്, ഹാസ് ബീൻ ബാർക്കിംഗ് അല്ലെ. എന്താ വരിക, ഹാസ് ബീൻ barking. ഓക്കെ. ഹാസ് ബീൻ ബാർക്കിംഗ് ആണ് അവിടെ വരുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ആ സെന്റൻസ് വരുന്നത്, ദ ഡോഗ് ഹാസ് ബീൻ ബാർക്കിംഗ് സിൻസ് മോർണിംഗ്. ഓക്കെ. ഫസ്റ്റ് സെന്റൻസ് ഓക്കെ അല്ലേ. ദെൻ രണ്ടാമത്തെ സെന്റൻസ് ആണ്,
ഇറ്റ് ഡാഷ് ഹെവിലി യെസ്റ്റർഡേ. ബ്രാക്കറ്റില് റൈൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാസ്റ്റ് വരുന്ന ഒന്നാണ് അല്ലെ, പാസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ നമുക്കറിയാം V2 ഫോം ആണ് വരേണ്ടത്. അപ്പൊ റൈൻ എന്നതിന്റെ V2 ഫോം എന്തായിരിക്കും, റൈൻഡ് എന്നാണ് അല്ലെ, റൈൻഡ് എന്നാണ് വരുന്നത്. റൈൻ എന്നതിന്റെ V2 ഫോം എന്താണ്, റൈൻഡ് ആണ് വരുന്നത്. ഓക്കെ, റൈൻഡ് ആണ് വരുന്നത്. അപ്പൊ ആ സെന്റൻസ് എങ്ങനെ വരുന്നത്, ഇറ്റ് റൈൻഡ് ഹെവിലി യെസ്റ്റർഡേ. ഓക്കെ, then third one, he cut his finger when he dashed the bread. അവിടെ നമ്മൾ നേരത്തെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ രണ്ട് ആക്ഷൻ വരുന്നുണ്ട് അല്ലെ. അതായത് എന്താ പറയേണ്ടത്, he cut his finger, അവന്റെ കൈ അവൻ മുറിച്ചു. when, എപ്പോൾ, എപ്പോഴാണ് ആ കൈ മുറിച്ചത് എന്നുള്ളതും കൂടി അവിടെ പറയുന്നുണ്ട്. എപ്പോഴാണ്, ഡാഷ് ദ ബ്രെഡ് എന്നാണ് പറഞ്ഞത്. ബ്രാക്കറ്റിൽ സ്ലൈസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കൈ മുറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താ വരുന്നത്, ഇതുപോലെ തന്നെയാണ് വാസ് സ്ലൈസിങ് എന്നാണ് വരിക അല്ലെ. വാസ് സ്ലൈസിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, അപ്പൊ ആ സെന്റൻസ് ഒന്നും കൂടി റീഡ് ചെയ്യാം. ഹി കട്ട് ഹിസ് ഫിംഗർ വെൻ ഹി വാസ് സ്ലൈസിങ് ബ്രെഡ് അല്ലെ, സ്ലൈസിങ് ദ ബ്രെഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെന്റൻസ് വരുന്നത്, ദ പ്ലെയിൻ ഡാഷ് വെൻ വി റീച്ച്ഡ് ദ എയർപോർട്ട്. വെൻ വി റീച്ച്ഡ് ദ എയർപോർട്ട്. അപ്പൊ അവിടെ നോക്കൂ, ദ പ്ലെയിൻ ഡാഷ് വെൻ വി റീച്ച്ഡ് ദ എയർപോർട്ട്. രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ അല്ലെ, നടന്നു കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അതായത് എന്താ പറയുന്നത്, ദ പ്ലെയിൻ ഡാഷ് വെൻ വി റീച്ച്ഡ് ദ എയർപോർട്ട് എന്നാണ്. ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴേക്കും എന്താണ് അത് സംഭവിച്ചു അല്ലെ. പ്ലെയിന് ലാൻഡ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്, ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാ വരിക, കഴിഞ്ഞൊരു കാര്യമാണ് അല്ലെ. അപ്പൊ എങ്ങനെയാ വരുന്നത്, എങ്ങനെയാ വരിക എന്നറിയോ, ഹാഡ് ലാൻഡഡ് എന്നാണ് വരുന്നത്. ഹാഡ് ലാൻഡഡ് എന്നാണ് വരുന്നത്. അപ്പൊ ആ സെന്റൻസ് എങ്ങനെ റീഡ് ചെയ്യാ, ദ പ്ലെയിൻ ഹാഡ് ലാൻഡഡ് വെൻ വി റീച്ച്ഡ് ദ എയർപോർട്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് സെന്റൻസ് വരുന്നത്, ഹി ഓൾവേസ് ഡാഷ് ഹിസ് ട്രബിൾസ് പേഷ്യന്റ്ലി. ബ്രാക്കറ്റില് ബിയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കൂ, എന്താണ്, സിമ്പിൾ പ്രസന്റിലുള്ള സെന്റൻസ് ആണ് അത്. അപ്പൊ അവിടെ വന്നിട്ടുള്ള സബ്ജക്ട് എന്താണ്, സിംഗുലർ ആണ്, ഹി ആണ്. സോ വി യൂസ് ദ യെസ് ഫോം ഓഫ് ദ ഗിവൺ വെർബ് അല്ലെ. അപ്പൊ അവിടെ എന്താ വരിക, ബിയേഴ്സ് അല്ലെ, ബിയേഴ്സ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് വെർബിന്റെ ആക്ടിവിറ്റീസ് വരുന്നതും. അപ്പൊ സെന്റൻസ് എന്താണ്, എങ്ങനെയാണ്, ഏത് ടെൻസിലാണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ കറക്റ്റ് വെർബ് ഫോം ഏതാണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് തന്നെയാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. അത് നമ്മുടെ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്ന കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പേപ്പറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു പേപ്പർ തന്നെയാണ്. അപ്പോൾ അതിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് സെന്റൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫിലും എന്ത് വരുന്നുണ്ട്, സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വോയിസ് എന്ന് പറയുന്നത് എന്താണ്, വോയിസ് ഈസ് എ വെർബ് ഫോം ഓഫ് എ വെർബ് വിച്ച് ഷോസ് ഇഫ് ദ സബ്ജക്ട് ഇൻ എ ഗിവൺ സെന്റൻസ് ഈസ് ദ റിസീവർ ഓഫ് ദ ആക്ഷൻ അല്ലെ. അതായത് നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് വരുന്നുണ്ട്, 2 ടൈപ്പ് വോയിസ് ആണ് വരുന്നത് അല്ലെ. ഏതാണ്, ഒന്ന് ആക്റ്റീവ് വോയിസും രണ്ടാമത്തത് പാസീവ് വോയിസും ആണ്. അപ്പോൾ ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസുകളെയും പാസീവ് വോയിസിലുള്ള സെന്റൻസുകളെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം എങ്ങനെയാണ്, ആക്റ്റീവ് വോയിസ് ആവുമ്പോൾ അതിൽ എന്തായിരിക്കും, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അങ്ങനെയായിരിക്കും ആക്റ്റീവ് വോയിസിലെ സെന്റൻസിന്റെ സ്ട്രക്ചർ വരുന്നത്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ പാസീവ് വോയിസിലോട്ട് ആ സെന്റൻസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാസീവ് വോയിസിലാണ് നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നിട്ടുള്ളതെങ്കിൽ ആ സെന്റൻസിനെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക, അവിടെ എന്തായിരിക്കും ആദ്യം വരുന്നത്, ഒബ്ജക്റ്റ് ആയിരിക്കും ആദ്യം വരുന്നുണ്ടായിരിക്കുക അല്ലെ. ദെൻ പിന്നെ എന്തുണ്ടായിരിക്കും, വെർബ് ഉണ്ടായിരിക്കും. ദെൻ എന്താ ഉണ്ടായിരിക്കുക, സബ്ജക്റ്റ് ആണ് ഉണ്ടായിരിക്കുക അല്ലെ, സബ്ജക്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു
ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ച് അല്ലെ പാസീവ് വോയിസിനെ ആക്റ്റീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴോ എന്ത് മാറില്ല? ടെൻസ് മാറില്ല അല്ലെ. അതുപോലെ പാസീവ് വോയിസിൽ വെർബിന്റെ ഫോം എന്തായിരിക്കും? ഓക്സിലറി പ്ലസ് അല്ലെ ഓക്സിലറി വെർബ് ആയിരിക്കണം അല്ലെ. ഓക്സിലറി വെർബ് പ്ലസ് V3 ആയിരിക്കും. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ്, ആം, ആറ്, വാസ്, വേർ അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അത് പ്ലസ് വെർബ് ആയിരിക്കും അല്ലെ. ഇനി ഒരു പ്രസന്റിൽ പറയുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ ഈസ് എന്നായിരിക്കും, അല്ലെങ്കിൽ ആം ആയിരിക്കും, ആറായിരിക്കും. പാസ്റ്റിൽ പറയുന്നതാണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ആയിരിക്കും അല്ലെ. അങ്ങനെ കുറച്ച് അതിന്റെ റൂൾസുകളും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ അതായത് വർക്ക് അറ്റ് പ്ലേസിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായത് 2022 അല്ലെ 2022 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. fill in the blanks with the correct active or passive voice form of the verb given in the bracket. അതായത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പാസീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ ആക്റ്റീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനോ അല്ല തന്നിരിക്കുന്നത്. മേ ബി അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അങ്ങനെയും ചോദിക്കാം. രണ്ട് ടൈപ്പിലും കണ്ടുവരുന്നുണ്ട്. കൂടുതലായിട്ടും കാണുന്നത് ഈ ഒരു രീതിയിലാണ്. അതുപോലെ റെഗുലർ ആയിട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. ഈ ഒരു തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ചോദിക്കുന്നില്ല, നെക്സ്റ്റ് ഇയറിലാണ് ചോദിക്കുന്നത്. അങ്ങനെയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മളുടെ വർക്ക് അറ്റ് പ്ലേസിന്റെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേപ്പർ പഠിക്കുമ്പോൾ നമ്മൾ ഇത് മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ടതാണ്. അത് ഒരു റെഗുലർ ക്വസ്റ്റ്യൻ ആണ് അതിൽ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ബ്രാക്കറ്റിൽ ഇങ്ങനെ വെർബുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മളോട് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കി നോക്കൂ ഇവിടെ എങ്ങനെയാ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് സിൻസ് ഫ്ലൂയിഡ് മിൽക്ക് സ്പോയിൽസ് ഈസിലി ഇറ്റ് മസ്റ്റ് ബി ഹാൻഡിൽഡ് കെയർഫുള്ളി ആൻഡ് ക്വിക്ക്ലി. ദ മിൽക്ക് ഡാഷ് ബ്രാക്കറ്റിൽ കളക്ട് എന്ന് തന്നിട്ടുണ്ട്. ഫ്രം ഫാംസ് ആൻഡ് ഡാഷ് ബ്രാക്കറ്റിൽ ടേക്ക് എന്ന് തന്നിട്ടുണ്ട്. ടു റിസീവിംഗ് സ്റ്റേഷൻസ് വേർ ഇറ്റ് ഡാഷ് ഇൻസ്പെക്ട് എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഡാഷ് വെയിറ്റ് എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഡാഷ് ബ്രാക്കറ്റിൽ ചിൽ എന്നാണ് തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ദെൻ ഡാഷ് ട്രാൻസ്ഫർ എന്ന് തന്നിട്ടുണ്ട്. ടു എ പാസ്ചറൈസിംഗ് പ്ലാന്റ് ഇൻ സ്പെഷ്യൽ ടാങ്ക് ട്രക്ക് ഓർ റെയിൽ റോഡ് കാർസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പാസീവ് വോയിസിൽ തന്നിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. പാസീവ് വോയിസിലാണ് ഈ ഒരു പാസേജ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പാസീവ് വോയിസിലാണ് നമുക്ക് അതിനെ പാസീവ് വോയിസിലേക്കാണ് നമുക്ക് അതിനെ ചെയ്യേണ്ടത്, മാറ്റി എഴുതേണ്ടത്. അതായത് വെർബിന്റെ പാസീവ് വോയിസിലേക്കാണ് എഴുതേണ്ടത്. അപ്പൊ നോക്കി നോക്കൂ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്. കളക്ട് എന്ന ആ ഒരു വേർഡ് നമുക്ക് എന്താക്കി മാറ്റണം? കളക്ട് എന്നതിന്റെ പാസീവ് V3 ഫോം എന്തായിരിക്കും? നമുക്കറിയാം പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഓക്സിലറി പ്ലസ് വെർബിന്റെ ഓക്സിലറി വെർബ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോം ആണ് വരിക അല്ലെ. അപ്പൊ കളക്ട് എന്ന വേർഡിന്റെ എന്താ വരുന്നത്? കളക്ട് എന്ന വേർഡിന്റെ എന്താ വരിക? ഈസ് കളക്റ്റഡ് എന്നായിരിക്കും. ഈസ് കളക്റ്റഡ് എന്നാണ് വരുന്നത്. കളക്ട് എന്നതിന്റെ ഈസ് കളക്റ്റഡ് ആണ് വരുന്നത്. ദെൻ അതുപോലെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ടേക്ക് ആണ് അല്ലെ. ടേക്ക് എന്നതിന്റെ V3 ഫോം എന്താണ് വരുന്നത്? യെസ്, ടേക്കൺ എന്നാണ്. അപ്പൊ പ്രസന്റ് ആണ് ഇവിടെ വരുന്നത്. ഈസ് ടേക്കൺ എന്നാവും അല്ലെ. ഈസ് ടേക്കൺ എന്നാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റേഷൻസ് വേർ ഇറ്റ് ഇൻസ്പെക്ട് എന്നാണ്. ഇൻസ്പെക്ട് എന്നതിന്റെ ഇൻസ്പെക്റ്റഡ് എന്നാണ് വരുന്നത്. അപ്പോ എന്താ വരിക? ഈസ് ഇൻസ്പെക്റ്റഡ് അല്ലെ. ഈസ് ഇൻസ്പെക്റ്റഡ്, ഈസ് ഇൻസ്പെക്റ്റഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് വെയിറ്റ് ആണ്. വെയിറ്റ് എന്നതിന്റെ എന്താ വരുന്നത്? വെയിറ്റഡ് ആണ് അല്ലെ. തേർഡ് ഫോം വരുന്നത് വെയിറ്റഡ് ആണ്. അപ്പോ ഈസ് വെയിറ്റഡ്, ഈസ് വെയിറ്റഡ്. ഓക്കെ, അതുപോലെ ചില്ലാവുമ്പോ ഈസ് ചിൽഡ്, ഈസ് ചിൽഡ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ദെൻ ഇറ്റ് ഈസ് ദെൻ എന്താ വരുന്നത്? ട്രാൻസ്ഫേർഡ് അല്ലെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡാഷ് ഇത്, സെക്കൻഡ് ഡാഷ് ഇത്, തേർഡ് ഡാഷ്, ഫോർത്ത് ഡാഷ്, ഫിഫ്ത്ത് ഡാഷ്, സിക്സ്ത് ഡാഷ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഈ ഒരു പാസേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്കാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആ സെന്റൻസിന് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു പാസേജ് ഒന്നെങ്കിൽ നമ്മൾ റീറൈറ്റ് ചെയ്തിട്ട് എഴുതുക,
നമ്മൾ ചേഞ്ച് ചെയ്ത ഫോമുകൾ, വെർബിന്റെ ഫോമുകൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക അല്ലെ. അപ്പൊ ഇനി ആ സെന്റൻസ് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരിക? സിൻസ് fluid milk spoils easily, it must be handled carefully and quickly. The milk is collected from farms and is taken to receiving stations where it is inspected, then is weighted and is chilled. It is then transferred to a pasteurizing plant in special tank or railroad cars. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, ആക്റ്റീവ് വോയിസിലെ സെന്റൻസിന് അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലുള്ള ഈ ഒരു ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു മോഡലിലാണ് വരുന്നത്. അതർവൈസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, പക്ഷെ കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് ഇത്തരത്തിലാണ്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് ആൻഡ് പാസീവ് ഫോമിന്റെ ഇത് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ്ഡ് ബിഫോർ എ നൗൺ, പ്രോനൗൺ അല്ലെ, പിന്നെന്താണ് എ നൗൺ ഓർ നൗൺ ഫ്രേസ് ടു ഷോ ഡയറക്ഷൻ, ടൈം, പ്ലേസ്, ലൊക്കേഷൻ അല്ലെ. അതുപോലെ പിന്നെന്താ വരുന്നത്, സ്പാറ്റൽ റിലേഷൻഷിപ്പ് അല്ലെ. ഇപ്പൊ ഇതിനെയെല്ലാം റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ ടു ദ ഗിവൺ സെന്റൻസ് അല്ലെങ്കിൽ ടു ദ ഫോളോയിങ് സെന്റൻസസ് എന്ന് പറഞ്ഞ് നമുക്ക് തരാറുണ്ട്. ഐ തിങ്ക് 5 മാർക്കിന് തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. 5 ക്വസ്റ്റ്യൻ തന്നിട്ട് 5 എണ്ണം എഴുതാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഓരോ പ്രിപ്പോസിഷനും ഏത് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ പ്രിപ്പോസിഷൻ ഒക്കെ പറയാന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സാധാരണ ചോദിച്ച് കാണുന്ന കുറച്ച് പ്രിപ്പോസിഷൻ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കൂടി നമ്മൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇൻ, ഓൺ, അണ്ടർ, ബിഫോർ, അതുപോലെ എന്താണ് ബിറ്റ്വീൻ, ബൈ, അറ്റ് അല്ലെ, അതുപോലെ എന്താണ് അണ്ടിൽ, ബിഫോർ, ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്, പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഫസ്റ്റ് സെന്റൻസ് വരുന്നത് എങ്ങനെയാണുള്ളത്, ദ പെൻ ഈസ് ഡാഷ് ദ ബോക്സ് അല്ലെ. ദ പെൻ ഈസ് ഡാഷ് ദ ബോക്സ് എന്നാണ് പറയുന്നത്. ദ പെൻ ഈസ് ഡാഷ് ദ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറഞ്ഞത്, പെന്ന് എവിടെ ഉണ്ട് എന്നാ പറഞ്ഞത്, ബോക്സിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ബോക്സിന്റെ ഉള്ളിലാണ് പെന്ന് എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഉള്ളിലാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇപ്പൊ ഒരാള് കാറിന്റെ ഉള്ളിലാണ്, ഇൻ ദ കാർ, ഹീസ് ഇൻ ദ കാർ എന്ന് പറയാം അല്ലെ. അപ്പൊ എന്താ പറയണത്, ദ ബോക്സ്, ദ പെൻ ഈസ് ഇൻ ദ ബോക്സ്. അപ്പൊ ആ ഒരു വസ്തു അതിന്റെ ഉള്ളിലാണ് എന്ന് പറയാനാണ് നമ്മൾ ഇൻ എന്ന് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓൺ ആണ്. ദ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ എന്നാണ്. അതായത് ടേബിളിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഫോൺ നമ്മൾ എവിടെ വെച്ചിട്ടുള്ളത്, ഫോൺ നമ്മൾ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ദ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ, ടേബിളിന്റെ മുകളിലായിട്ട് ഫോൺ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അണ്ടർ. അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, താഴെ എന്തെങ്കിലും അടിയിലായിട്ട് അല്ലെ. ഇപ്പൊ ചെയറിന്റെ അടിയിൽ, ടേബിളിന്റെ അടിയിൽ, കോട്ടിന്റെ അടിയിൽ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ നോക്കി നോക്കൂ, ദ ബോൾ ഈസ് അണ്ടർ ദ ചെയർ. ചെയറിന്റെ അടിയിൽ എന്തുണ്ട്, ബോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് അറ്റാണ്. അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി വിൽ മീറ്റ് അറ്റ് ദ പാർക്ക് അല്ലെ. വി വിൽ മീറ്റ് അറ്റ് ദ പാർക്ക്. നമ്മൾ പാർക്കിൽ നിന്ന് നമ്മൾ ഇവരെ കാണും, നമ്മൾ പാർക്കിൽ വെച്ചിട്ട് നമ്മൾ മീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ടൈമിന് എപ്പോ ടൈം പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ യൂസ് ചെയ്യുക, അറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബൈ ആണ്. ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ലെറ്റർ വാസ് റിട്ടേൺ ബൈ മൈ മദർ. ആ ലെറ്റർ എഴുതിയത് എൻ്റെ അമ്മയാണ് അല്ലെ. ബൈ മൈ മദർ, അമ്മയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ ടു എന്ന് നമ്മൾ പറയും. ടു എന്ന് പറയുമ്പോൾ എന്തിനാണ്, നമ്മൾ എന്തിനെങ്കിലും അല്ലെ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു ലെറ്റർ എഴുതി, അങ്ങനെ ഒരു സെന്റൻസ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ടു എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇത് മാത്രമല്ല പ്രിപ്പോസിഷൻസ് ഉള്ളൂ, ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രിപ്പോസിഷനൊക്കെ നിങ്ങൾ നമ്മുടെ എന്താ പറയുക സെക്യൂർ പ്രോഗ്രസ്സിലൊക്കെ പ്രിപ്പോസിഷൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, എന്നിട്ട് എവിടെയാണ് നമ്മൾ ഓരോ പ്രിപ്പോസിഷൻസും യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അത് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ,
അപ്പൊ പ്രിപ്പോസിഷനെ കുറിച്ചിട്ട് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചു വരുന്നതാണ്. പ്രിപ്പോസിഷനൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക്കിൾസ് അല്ലെ. അപ്പൊ ആർട്ടിക്കിൾസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ആർട്ടിക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? An article is a word that comes before a noun to show whether it's specific or general അല്ലെ. അത് സ്പെസിഫിക് ആണോ ജനറൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും എന്താണ്, ഒരു വേർഡിന് മുന്നിൽ വരുന്ന ഇതുമായ ഒന്നാണ് എന്ത്, ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇംഗ്ലീഷിൽ 2 ടൈപ്പ് ആർട്ടിക്കിൾ ആണുള്ളത്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് അല്ലെ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണത്, ദ എന്നുള്ളതാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എയും ആനുമാണ് അല്ലെ. അപ്പൊ ഈ എ എന്നുള്ളത് നമ്മൾ എന്താണ്, കൺസണന്റ് സൗണ്ടിന്റെ മുന്നിലാണ് നമ്മൾ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ വവ്വൽ സൗണ്ടുകളുടെ മുന്നിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആൻ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ വവ്വൽ സൗണ്ടുകൾ ഏതാണ്, എ, ഇ, ഐ, ഒ, യു അല്ലെ. ഈ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്ന, ഈ ഒരു ശബ്ദം വരുന്ന വാക്കുകളുടെ മുന്നിലാണ് നമ്മൾ ആൻ എന്ന് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം കൺസണന്റ് സൗണ്ടുകളാണ്. ആ സൗണ്ടിന്റെ, അതായത് ബ്, സ്, ഷ് അല്ലെ, അങ്ങനെ വരുന്ന ശബ്ദങ്ങളുടെ മുന്നിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. ഇനി വാട്ട് അബൌട്ട് ദ? ദ എന്നുള്ളത് നമ്മൾ യുണീക്ക് ആയിട്ടുള്ളത് അല്ലെ. അതുപോലെ പിന്നെ ബുക്കുകളുടെ പേരിൽ, സ്റ്റേറ്റുകളുടെ പേരിൽ അല്ലെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ദ എന്ന് യൂസ് ചെയ്യും. അതുപോലെ നമ്മളൊരു നൗണിനെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ദ എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിനാണ് നമുക്ക് ഈ ആർട്ടിക്കിളിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ 2022 ജൂണിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എക്സാമ്പിൾ ആയിട്ട് പറയാം. നോക്കി നോക്കൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കറക്റ്റ്ലി വിത്ത് എ ഓർ ആൻ ഓർ ദ അല്ലെ. എ എന്നോ ആൻ എന്നോ ദ എന്നോ ഈ ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് തന്നിട്ടുള്ള സെന്റൻസ് പാരാഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് തന്നിട്ടുള്ളത്, there was once dash man called Hassan. He was one of dash great lords at dash court of dash certain Persian king. He had dash great wish to find some way to make himself invisible. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ്. ഇനി നമ്മൾ അത് എന്ത് ചെയ്യണം, കറക്റ്റ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പാരഗ്രാഫുകൾ മാത്രമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് എഴുതുക. നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് കറക്റ്റ് ആൻസറിന്റെ, നമ്മൾ ഏതാണോ പ്രിപ്പോസിഷൻ ആണെങ്കിൽ പ്രിപ്പോസിഷൻ, അല്ലെങ്കിൽ എന്താണ് വെർബിന്റെ ഫോമുകളാണെങ്കിൽ അത്, അങ്ങനെ നിങ്ങൾ എഴുതുന്ന ആൻസറിന്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക കൂടി വേണം. ഓക്കെ, അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ആൻസർ ക്യാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ദെൻ അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ വരിക നോക്കി നോക്കൂ. there was once ഡാഷ് മാൻ എന്നാണ്. ഡാഷ് മാൻ, മ എന്നുള്ള ശബ്ദമാണ്. അപ്പൊ അവിടെ എന്താ വരിക, എ എന്ന ആർട്ടിക്കിൾ ആണ് വരിക അല്ലെ. അപ്പൊ there was a man called Hassan അല്ലെ. he was one of dash great lords അല്ലെ. ഗ്രേറ്റ് ലോർഡ്സ്, അപ്പൊ ഗ്രേറ്റ് ലോർഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ എന്താ വരിക, he was, അദ്ദേഹത്തിന് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ആ സെന്റൻസ് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. he was one of the great lords at dash court of dash certain Persian king എന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ ആ പേർഷ്യൻ കിങ്സിന്റെ രാജകൊട്ടാരത്തിലെ അല്ലെ എന്താ പറയാ, പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ വൺ ഓഫ് ദ എന്നാണ് പറയുന്നത്. വൺ ഓഫ് എന്നാണ്, അപ്പൊ വൺ ഓഫ് ദ എന്നാണ് അവിടെ വരിക. ഓക്കെ, അപ്പോ ഹി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റ് ലോർഡ്സ് അറ്റ് ഡാഷ് കോർട്ട് എന്നാണ്. ഡാഷ് കോർട്ട് എന്ന് വരുമ്പോൾ ദ കോർട്ട് അല്ലെ, കൊട്ടാരമാണ്. അപ്പൊ ദ കോർട്ട് ഓഫ് എ certain Persian king അല്ലെ. അപ്പൊ എന്താണ്, ഒരു certain ആയിട്ടുള്ള പേർഷ്യൻ കിങ്ങിന്റെ എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താ വരുന്നത്, എ certain king എന്നാണ്. ഓക്കെ, then he had dash great wish to find some way to make himself invisible. എങ്ങനെ അദ്ദേഹത്തിന് ഇൻവിസിബിൾ ആവാം എന്നുള്ള ഒരു ഗ്രേറ്റ് വിഷ്, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഗ്രേറ്റ് വിഷ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാഡ് എ ഗ്രേറ്റ് വിഷ് എന്നാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് ആർട്ടിക്കിൾസിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതുപോലെ പാസേജ് തരും. അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും അത്ര തന്നെയാണ് ഉള്ളൂ. എ, ആൻ,
ദ എന്നാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസണന്റ് സൗണ്ടുകളുടെ മുന്നിൽ നമ്മൾ എ യൂസ് ചെയ്യുന്നുണ്ട്, വവൽ സൗണ്ടുകളുടെ മുന്നിൽ നമ്മൾ ആൻ എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. സൗണ്ടാണ് നോക്കുന്നത്, ഒരിക്കലും ലെറ്ററുകളല്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സൗണ്ടാണ്, ലെറ്റർ അല്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയാണ് ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയേണ്ടതുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ ഓക്സിലറി വെർബുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡൽ വെർബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓഫൺ സിംപ്ലി കോൾഡ് മോഡൽസ് എന്നാണ് അല്ലെ. മോഡൽ വെർബ്സ് ആർ ഹെൽപ്പിംഗ് വെർബ് ദാറ്റ് ആർ യൂസ്ഡ് അലോങ് വിത്ത് മെയിൻ വെർബ്. മെയിൻ വെർബിന്റെ കൂടെ നമ്മൾ ഒരു അവരെ അല്ലെ എന്താ പറയുക, ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് എന്ത്, മോഡൽ വെർബുകൾ അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് അല്ലെ. എ ടൈപ്പ് ഓഫ് ഓക്സിലറി വെർബ്, ഇറ്റ് മോഡിഫൈ ദ മെയിൻ വെർബ് അല്ലെ. മെയിൻ വെർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓക്സിലറി വെർബ് തന്നെയാണ് എന്ത്, മോഡൽ വെർബ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ്, എന്തിനൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എബിലിറ്റി ആൻഡ് കപ്പാസിറ്റി, കാപ്പബിലിറ്റി, അതുപോലെ എന്താണ് പോസിബിലിറ്റി, സീക്ക് ഓർ ഗ്രാൻഡിങ് പെർമിഷൻ, അതുപോലെ ഓഫറിങ്, ഇൻവൈറ്റിംഗ് ആൻഡ് സജസ്റ്റിംഗ്, നെസസിറ്റി ആൻഡ് ഒബ്ലിഗേഷൻ, പൊളൈറ്റ്നെസ്, അതുപോലെ എക്സ്പ്രസിങ് ഡിസയേഴ്സ് ആൻഡ് പ്രിഫറൻസസ്. ഈ സിറ്റുവേഷനുകളിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മോഡൽ ഓക്സിലറി വെർബുകൾ യൂസ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ എന്തൊക്കെയാണ്, മേ, ക്യാൻ, കുഡ്, വുഡ്, ഷുഡ്, മൈറ്റ്, അങ്ങനെ തുടങ്ങുന്നതാണ് മോഡൽ ഓക്സിലറീസ് വരുന്നത്. നമ്മൾ ഒരു പെർമിഷൻ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കൂ. ക്യാൻ ഐ യൂസ് യുവർ ഫോൺ അല്ലെ, ക്യാൻ ഐ യൂസ് യുവർ ഫോൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെ മേ ഐ ബോറോ യുവർ പെൻ പ്ലീസ് അല്ല. അപ്പൊ ഈ മേ എന്ന് യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഒന്നും കൂടി പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർമിഷൻ സീക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ മേ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബുകൾ ഏതൊക്കെയെന്നും അതിന്റെ യൂസേജുകൾ എന്തൊക്കെയെന്നുള്ളതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് എന്താണ്, എബിലിറ്റി ആണ് അല്ലെ. എബിലിറ്റി ഏതൊക്കെയാണ് വരുന്നത്, എബിലിറ്റിയിൽ എന്താ വരുന്നത്, ക്യാനും കുഡും ആണ് വരുന്നത് അല്ലെ. എബിലിറ്റിയിൽ വരുന്നത് എന്താണ്, ക്യാനും കുഡും ആണ് വരുന്നത്. അപ്പോൾ ക്യാനും കുഡുമാണ് നമ്മൾ നമ്മുടെ എബിലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറീസ്. അപ്പൊ ക്യാൻ ഓർ കുഡ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ പേഴ്സൺസ് ജനറൽ എബിലിറ്റി ഓർ കപ്പാസിറ്റി ടു ഡു സംതിങ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ അല്ലെങ്കിൽ കഴിയുമോ എന്ന് ചോദിക്കാനൊക്കെ നമ്മുടെ ഒരാളുടെ പേഴ്സണിന്റെ എബിലിറ്റിയെയും കപ്പാസിറ്റിയെയും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ എന്നും കുഡ് എന്നും യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ വരിക, ഷീ ക്യാൻ സ്വിം അല്ലെ, അവക്ക് നീന്താൻ അറിയാം. ഹി ക്യാൻ ഡ്രൈവ് അല്ലെ. അതുപോലെ ഐ കുഡ് ഹെൽപ്പ് യു ഇഫ് യു വാണ്ട് അല്ലെ. എന്താണ്, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അല്ലെ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മളുടെ എബിലിറ്റീസിനെ കുറിച്ചിട്ട് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്യാൻ അല്ലെങ്കിൽ കുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റിക്വസ്റ്റ് ആൻഡ് പൊളൈറ്റ് എക്സ്പ്രഷൻസ് ആണ്. റിക്വസ്റ്റ് ആൻഡ് പൊളൈറ്റ് എക്സ്പ്രഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കുഡ് ഓർ വുഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ കുഡ് ഓർ വുഡ് യൂസ്ഡ് ടു മേക്ക് പൊളൈറ്റ് റിക്വസ്റ്റ് അല്ലെ. പൊളൈറ്റ് റിക്വസ്റ്റുകൾ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കുഡും വുഡും യൂസ് ചെയ്യുന്നത്. കുഡ് യു പാസ് ദ സോൾട്ട് പ്ലീസ് അല്ലെ, നിങ്ങൾ ആ ഉപ്പൊന്ന് പാസ് ചെയ്യോ എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ വുഡ് എന്ന് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, വുഡ് യൂസ്ഡ് ടു ഓഫർ അസിസ്റ്റൻസ് അല്ലെ. നമ്മുടെ ഒരു അസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വുഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, വുഡ് യു ലൈക്ക് മീ ടു ഹെൽപ്പ്, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടോ, ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാം. അതുപോലെ വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ്ഡ് ദ വിൻഡോ അല്ലെ, ഞാൻ ഈ വാതിൽ ജനൽ അടയ്ക്കുന്നതിന് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ അല്ലെ. അപ്പോൾ അത്തരത്തിൽ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കുഡും വുഡും യൂസ് ചെയ്യുന്നത്. നമ്മുടെ റിക്വസ്റ്റുകളും പൊളൈറ്റ് എക്സ്പ്രഷൻസിനൊക്കെയാണ് നമ്മൾ കുഡും വുഡും യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. നമുക്ക് ഉണ്ടായിരുന്നു, പണ്ട് അങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെ. പണ്ട് എനിക്ക് നന്നായി എന്താണ് ഡ്രം ചെയ്യാൻ അറിയാമായിരുന്നു, അല്ലെങ്കിൽ പിയാനോ വായിക്കാൻ അറിയാമായിരുന്നു, പണ്ട് എനിക്ക് നന്നായി സ്കിപ്പ് ചെയ്യാൻ അറിയാമായിരുന്നു, പണ്ട് എനിക്ക് നന്നായി സ്വിം ചെയ്യാൻ അറിയാമായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പോ എന്താ നോക്കി നോക്കൂ, കുഡ് എന്നാണ് നമ്മൾ അതും യൂസ് ചെയ്യുന്നത്. കുഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതിനാണ് കുഡ് യൂസ്ഡ് ടു എക്സ്പ്രസ് പാസ്റ്റ് എബിലിറ്റി അല്ലെ. കുഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് എബിലിറ്റി പറയാനാണ് നമ്മൾ ഇവിടെ കുഡ് യൂസ് ചെയ്യുന്നത് അല്ലെ. വെൻ ഐ വാസ് യങ്ങർ അല്ലെ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്.
ഐ കുഡ് റൺ മച്ച് ഫാസ്റ്റർ. ഞാൻ നന്നായിട്ട് ഓടിയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ആ സെന്റൻസ് കാണുമ്പോൾ അറിയാം അത് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്നുള്ളതെല്ലാം നമുക്ക് ആ സെന്റൻസ് കാണുമ്പോൾ അറിയാം. അവിടെ എബിലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, കുഡ് എന്ന എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവിടെ എബിലിറ്റിനെ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത്. അതായത് പാസ്റ്റിൽ നമ്മൾ എബിലിറ്റിനെ എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ കുഡാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് റിഗ്രറ്റ്സ് ആൻഡ് വിഷസ് ആണ് അല്ലെ. റിഗ്രറ്റ്സ് എക്സ്പ്രസ് ചെയ്യാനും വിഷസ് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുഡ് ഓർ മൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കുഡ് ഓർ മൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, കുഡ് ഓർ മൈറ്റ് യൂസ്ഡ് ടു എക്സ്പ്രസ് റിഗ്രറ്റ് ഓർ വിഷ് ഫോർ എ ഡിഫറെന്റ് പാസ്റ്റ് അല്ലെ. ഡിഫറെന്റ് പാസ്റ്റിൽ നമ്മൾ നമ്മുടെ റിഗ്രറ്റും വിഷും ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുഡ് അല്ലെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഐ വിഷ് ഐ കുഡ് ഹാവ് അറ്റൻഡ് ദ ഇവന്റ് അല്ലെ. ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്താണ്, ഐ കുഡ് ഹാവ് അറ്റൻഡ് ദ ഇവന്റ്, ഞാനും ആ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്താലോ അല്ലെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള അത്തരത്തിലുള്ള പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കുഡ് അല്ലെ. റിഗ്രറ്റും വിഷസും ഒക്കെ പറയാനാണ് നമ്മൾ കുഡ് അല്ലെങ്കിൽ മൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഫ്യൂച്ചർ പോസിബിലിറ്റീസ് പറയുന്നുണ്ട് അല്ലെ. ഫ്യൂച്ചർ പോസിബിലിറ്റീസ് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് വരുന്നത് ഫ്യൂച്ചർ പോസിബിലിറ്റി ആണ്. ഫ്യൂച്ചർ പോസിബിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, മേ ഓർ മൈറ്റ് ആണ് അല്ലെ. മേ ഓർ മൈറ്റ് യൂസ്ഡ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിൽ എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മേ അല്ലെങ്കിൽ മൈറ്റ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ സെന്റൻസ് നോക്കൂ, ഐ മൈറ്റ് ട്രാവൽ ടു യൂറോപ്പ് നെക്സ്റ്റ് ഇയർ അല്ലെ. ഞാൻ എന്താണ് നെക്സ്റ്റ് ഇയറിൽ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യും അല്ലെ. ദെൻ യുവർ ഫ്രണ്ട്സ് മേ കം ടു വിസിറ്റ് യു നെക്സ്റ്റ് വീക്ക്. നിങ്ങളുടെ ഫ്രണ്ട്സ് മേ ബി എന്താണ് നെക്സ്റ്റ് വീക്കിൽ നിങ്ങളെ കാണാൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് ഫ്യൂച്ചറിലുള്ള പോസിബിലിറ്റീസ് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മേ അല്ലെങ്കിൽ മൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ എന്താണ് ഓർഡർ. അതായത് ഓർഡർ കൊടുക്കുക, ഒബ്ലിഗേഷൻസ് കൊടുക്കുക. നമ്മൾ മസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഓരോ ഓഫീസ് ആയിക്കോട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ എന്തുണ്ടായിരിക്കും, ഓരോ റൂളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള റൂളുകളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പാലിക്കണം, അല്ലെങ്കിൽ ഓരോ ഓർഡർ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്തെല്ലാമാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്, മൈറ്റ് യൂസ് ചെയ്യാം, ഷുഡ് യൂസ് ചെയ്യാം, ഓട്ട് ടു എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അവിടെ നോക്കി നോക്കൂ, മസ്റ്റ് എന്ന് വരുമ്പോൾ നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യുന്നത് നോക്കി നോക്കൂ. യു മസ്റ്റ് കംപ്ലീറ്റ് ദ അസൈൻമെന്റ് ബൈ ടുമാറോ അല്ലെ. യു മസ്റ്റ് കംപ്ലീറ്റ്, നീ നാളത്തേക്ക് അല്ലെ. യു മസ്റ്റ് കംപ്ലീറ്റ് ദ അസൈൻമെന്റ് ബൈ ടുമാറോ, നാളത്തോടു കൂടി നീ ആ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അല്ലെ. അതൊരു ഒബ്ലിഗേഷൻ ആണ് അല്ലെ. ദെൻ ഷീ മസ്റ്റ് ഫോളോ ദ കമ്പനീസ് ഡ്രസ് കോഡ്. അവള് തീർച്ചയായും അവളുടെ കമ്പനിയിൽ അല്ലെ അവൾ വർക്ക് ചെയ്യുന്ന ആ കമ്പനിയുടെ ഡ്രസ് കോഡ് തീർച്ചയായും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് മസ്റ്റ് എന്നതുകൊണ്ടുള്ള യൂസേജ് വരുന്നത്. ദെൻ ഷുഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കി നോക്കൂ. സ്റ്റുഡൻസ് ഷുഡ് അറ്റൻഡ് ദ ലെക്ചർ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. കുട്ടികള് കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ആ ലെക്ചറിങ് തീർച്ചയായും മസ്റ്റ് ആയിട്ടും ഷുഡ് ആയിട്ടും എന്താണ് അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അതുപോലെ ഒരു സെന്റൻസും കൂടി പറയുന്നുണ്ട്, യു ഷുഡ് കൺസൾട്ട് വിത്ത് എ ഡോക്ടർ ഇഫ് യു ആർ ഫീലിംഗ് അൺവെൽ. നിനക്ക് നന്നായിട്ട് തോന്നുന്നില്ല എങ്കിൽ നീ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അല്ലെ. അപ്പോൾ അതാണ് മസ്റ്റിന്റെയും ഷുഡിന്റെയും യൂസേജ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഓട്ട് ടു എന്നാണ്. അതുപോലെ ഓട്ട് ടു ഉണ്ട്, ഹാവ് ടു ഉണ്ട്, ഹാവ് ടു, ദെൻ നീഡ് ടു. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒബ്ലിഗേഷനും ഓർഡറിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇനി ഓട്ട് ടു ആണെങ്കിൽ നോക്കി നോക്കൂ. ഓട്ട് ടു ആണെങ്കിൽ എങ്ങനെ വരുന്നത് നോക്കി നോക്കൂ. ഹി ഓട്ട് ടു അപ്പോളജൈസ് for his rude behavior. Okay, then next sentence, we ought to conserve water during the drought. Okay, then ഇനി have to ആണെങ്കിൽ എങ്ങനെ വരുന്നത്, employees have to attend mandatory training sessions. Okay, then I have to submit the report before the deadline. ഡെഡ്ലൈനിന്റെ മുന്നേ ആയിട്ട് എനിക്ക് എന്തായാലും ആ ഇത് സബ്മിറ്റ് ചെയ്യണം. ഹാവ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഹാവ് ടു പറയുന്നത് അല്ലെ. ദെൻ നീഡ് ടു. ഈ നീഡ് ടു ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്,
യു നീഡ് ടു റിവൈസ് യുവർ റെസ്യൂം ബിഫോർ ദ ജോബ് ഇന്റർവ്യൂ. നമ്മുടെ ജോബ് ഇന്റർവ്യൂവിന്റെ മുന്നേ ആയിട്ട് നമ്മുടെ റെസ്യൂം നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഓക്കെ, ദെൻ വി നീഡ് ടു അഡ്രസ് ദ ഇഷ്യൂ ആസ് സൂൺ ആസ് പോസിബിൾ. അല്ലെ, അപ്പൊ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് എന്ത് വരുന്നത്, മോഡൽ ഓക്സിലറീസും അതിന്റെ യൂസേജുകളും ഒക്കെ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 2022 ജൂണിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാന്നുള്ളതും നോക്കാം. അല്ലെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതും 5 മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് മോഡൽസ് എന്നാണ്. അതായത് മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ട് നമ്മളോട് തന്നിട്ടുള്ള സെന്റൻസ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി വെർബുകൾ നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ളത് മസ്റ്റ്, മേ, മൈറ്റ്, വുഡ് ആൻഡ് വിൽ. അല്ലെ, ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി തന്ന സെന്റൻസുകൾ ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ, ഡാഷ് ഐ സീ യുവർ ലൈസൻസ് സെഡ് ദ പോലീസ്മാൻ. അപ്പൊ അവിടെ എന്താ വരിക, മേ ഐ സീ യുവർ ലൈസൻസ്. അല്ലെ, മേ ഐ സീ യുവർ ലൈസൻസ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അത് എഴുതാൻ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഐ ഡാഷ് ടു ഗോ ടു മുംബൈ നെക്സ്റ്റ് വീക്ക്. ഫ്യൂച്ചർ പോസിബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്താ പഠിച്ചത്, ഫ്യൂച്ചർ പോസിബിലിറ്റീസിൽ എന്താ പറഞ്ഞത്, മേ ഓർ മൈറ്റ് ആണ്. അപ്പൊ അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്, മേ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു അല്ലെ. അപ്പൊ അവിടെ എന്താ വരിക, മൈറ്റ്. അല്ലെ, ഐ മൈറ്റ് ഗോ ടു മുംബൈ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഐ ഡാഷ് റൈറ്റ് ആസ് സൂൺ ആസ് ഐ ക്യാൻ. ഐ ഡാഷ് റൈറ്റ് ആസ് സൂൺ ആസ് ഐ ക്യാൻ. അപ്പൊ അവിടെ തന്നത് വെച്ചിട്ട് നമുക്ക് അവിടെ ഏതാ വരിക, വില്ലാണ് വരിക. അല്ലെ, ഐ വിൽ റൈറ്റ് ആസ് സൂൺ ആസ് ഐ ക്യാൻ. എനിക്ക് കഴിയുന്ന അത്രയും എളുപ്പത്തിൽ ഞാൻ എഴുതും എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഇഫ് ഐ വോൺ എ ലോട്ടറി ഐ ഡാഷ് ബൈ എ കാർ. എന്താണ്, ഏതാ വരുന്നത്, നമ്മള് ഇതിലാ വരുന്നത്, നമ്മള് എന്താ പറയാ, ചെയ്യാം എബിലിറ്റി എന്ന് അങ്ങനെയൊക്കെ പറയാം അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞൂടെ, എബിലിറ്റി ആയിട്ടെല്ലാം എന്താ പറയാ, നമ്മൾ ചെയ്യും കിട്ടുകയാണെങ്കിൽ എന്നൊക്കെ പറയാം അല്ലെ. ഇഫ് ഐ വോൺ എ ലോട്ടറി, എനിക്കൊരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഐ വുഡ് ബൈ എ കാർ, ഞാനൊരു കാർ മേടിക്കും എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ അവിടെ വുഡ് ആണ് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് സെന്റൻസ് വന്നിട്ടുള്ളത് യു ഡാഷ് നോട്ട് സ്മോക്ക് ഇൻ എ സിനിമ ഹാൾ. നിങ്ങൾ ഒരിക്കലും സിനിമ ഹാളിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മസ്റ്റ് എന്നാണ് അവിടെ ബാക്കി വരുന്നത്. അപ്പൊ അവിടെ യൂസ് ചെയ്യേണ്ടത് ഏതാണ്, മസ്റ്റ് എന്ന വേർഡാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഓക്സിലറി വെർബിന്, മോഡൽ ഓക്സിലറി വെർബിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതും. ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതും ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി, ഏതൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രൈസൽ വെർബാണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ്. ഫ്രൈസൽ വെർബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ടായിരിക്കും. പക്ഷെ ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫ്രൈസൽ വെർബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രൈസൽ വെർബ്സ് ആർ ബേസിക് വെർബ്സ് ദാറ്റ് ഫോം ബൈ കമ്പൈനിങ് വെർബ് വിത്ത് പ്രിപ്പോസിഷൻ ഓർ അഡ്വേർബ്. അല്ലെ, പ്രിപ്പോസിഷനും വെർബിന്റെ കൂടെ പ്രിപ്പോസിഷനും അഡ്വേർബ്, പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ അഡ്വേർബുകൾ കൂട്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്, ഒരു ഫ്രൈസൽ വെർബ് ഉണ്ടാക്കുന്നത്. ടു മേക്ക് വെർബ് വിത്ത് കംപ്ലീറ്റ്ലി ന്യൂ മീനിങ്. അല്ലെ, പുതിയൊരു വെർബ് ഉണ്ടാക്കുകയാണ്. അല്ലെ, പുതിയൊരു മീനിങ്ങോട് കൂടി പുതിയൊരു വെർബ് ഉണ്ടാക്കുകയാണ്. പ്രിപ്പോസിഷൻ, വെർബിന്റെ കൂടെ പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ അഡ്വെർബുകളോ യൂസ് ചെയ്തിട്ട് പുതിയ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വെർബ് ഉണ്ടാക്കുകയാണ്. അല്ലെ, അപ്പോൾ ഈ ഫ്രൈസൽ വെർബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെർബ് പ്ലസ് പ്രിപ്പോസിഷൻ ഓർ അഡ്വെർബ് ആണ് ഫ്രൈസൽ വെർബ് വരുന്നത്. അല്ലെ, ഇനി ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് വി യൂസ് ബിഫോർ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആൻഡ് നൗൺ ഫ്രേസ്. നമ്മൾ പറഞ്ഞു അല്ലെ, നൗണിന്റെ മുന്നോ അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെ ഒക്കെ മുന്നേ യൂസ് ചെയ്യുന്നതാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇൻ, അറ്റ്, ബൈ, ഓഫ്, ടു, അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി അഡ്വർബ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വർബ് ഈസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ് എ വെർബ്, an adjective, another adverb, etc. അല്ലെ, ഇതാണ് അഡ്വർബ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്വർബിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ടു, മോർ, ഓൾവേസ്, ആഫ്റ്റർ, ഫോർവേഡ്, അപ്പ്. അല്ലെ, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? അഡ്വർബിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു ഫ്രൈസൽ വെർബ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്?
ഒരു വെർബിന്റെ കൂടെ പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ അഡ്വർബ് ചേർത്തിട്ട് പുതിയൊരു വേർഡ് ഉണ്ടാക്കുകയാണ്, വെർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് പുതിയൊരു മീനിങ് ഉള്ള വേർഡ് ഉണ്ടാക്കുകയാണ് അല്ലെ. അപ്പൊ നോക്കി നോക്കൂ, ഗെറ്റ് അപ്പ് എന്നുള്ള ഒരു വേർഡാണ് അല്ലെ, എക്സാമ്പിൾ ആണ് ഗെറ്റ് അപ്പ് എന്നുള്ളതാണ്. അപ്പൊ വെർബ് പ്ലസ് അഡ്വർബ് ആണ് എന്തായി മാറുന്നത്, ഗെറ്റ് അപ്പ് എന്നായി മാറുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്, സ്റ്റാൻഡ് അപ്പ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. സ്റ്റാൻഡ് അപ്പ് ആഫ്റ്റർ സിറ്റിംഗ് അല്ലെ, നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എണീക്കാൻ പറയുന്ന ആ ഒരു ഇതാണ് വരുന്നത്. അല്ലെങ്കിൽ എന്താണ്, കിടക്കുകയാണെങ്കിൽ എണീക്കാൻ പറയുന്ന ആ ഒരു മീനിങ് ആണ് അവിടെ ഗെറ്റ് അപ്പ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇനി ഗെറ്റ് ഇൻ എന്നാണെങ്കിലോ, ഗെറ്റ് ഇൻ എന്നാണെങ്കിലോ വെർബ് പ്ലസ് പ്രിപ്പോസിഷൻ ആണ് അല്ലെ. ഇൻ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ് അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, അപ്പാണെന്നുണ്ടെങ്കിലും പ്രിപ്പോസിഷൻ ആണ് അല്ലെ. അപ്പൊ ഗെറ്റ് ഇൻ എന്ന് പറയുമ്പോ എന്താ വരുന്നത്, ടു അറൈവ് അറ്റ് എ പ്ലേസ് അല്ലെ, ഒരു സ്ഥലത്തേക്ക് വരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അവിടെ ഗെറ്റ് ഇൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രൈസൽ വെർബ് ആർ യൂസ്ഡ് ടു മോർ ഇൻ സ്പീക്കിംഗ് ദാൻ റൈറ്റിംഗ് അല്ലെ. അതായത് നമുക്ക് എളുപ്പത്തില് നമ്മൾ സംസാരിക്കാൻ, അതായത് നമ്മുടെ സോഷ്യൽ ടോക്ക് ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ടോക്കിൽ നമ്മുടെ കൊളീഗ് ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ ഫ്രൈസൽ വെർബുകളൊക്കെ അല്ലെ. നമുക്ക് എളുപ്പം സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വലിയ വലിയ വാക്കുകളും സെന്റൻസുകളും ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫ്രൈസൽ വെർബുകൾ. നമ്മുടെ ഡയലോഗുകൾ, നമ്മുടെ കോൺവെർസേഷൻ സിമ്പിൾ ആൻഡ് ഹംബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്രൈസൽ വെർബ്. ഓക്കെ, അതുപോലെ കുറച്ച് ഫ്രൈസൽ വെർബിന്റെ എക്സാമ്പിൾ പറയാം. നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് വേക്കപ്പ്, വേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉണരുക എന്നുള്ളതാണ്. വേക്ക് എന്ന വെർബിന്റെ കൂടെ അപ്പ് എന്ന് ചേരുമ്പോൾ എന്തായി, ഉണരുക, വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണരുക. ദെൻ ഗെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക അല്ലെ. ദെൻ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീറ്റ് ചെയ്യുക, സന്ദർശിക്കുക എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. ദെൻ പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക, മാറ്റി വെക്കുക, നീട്ടി വെക്കുക എന്നൊക്കെ പറയാം അല്ലെ. ദെൻ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വിയർ ചെയ്യുക, ധരിക്കുക. ഡ്രസ്സൊക്കെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുന്നതിനൊക്കെ അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുക, പുട്ട് ഓൺ യുവർ ഹെൽമെറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ദെൻ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഊരി മാറ്റുക, അഴിച്ചു മാറ്റാം എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ദെൻ ലുക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരയുക അല്ലെ, നമ്മളൊന്ന് ഇങ്ങനെ തിരയാന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോയാൽ നമ്മൾ തിരയുക, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ തിരയുക, അങ്ങനെയൊക്കെ ആ ഒരു മീനിങ്ങിലാണ് ലുക്ക് ഫോർ എന്നുള്ളത് വരുന്നത്. ദെൻ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിയിടുക, ഹാങ് ചെയ്ത് വെക്കുക എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. ദെൻ ടേക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ അഡ്മിറ്റ് ചെയ്യുക, അതായത് ടേക്ക് ഇൻ എന്നുകൊണ്ട് അഡ്മിറ്റ് ഓർ റിസീവ് എന്നുള്ളതാണ് വരുന്നത്. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു മീനിങ് ഒക്കെ നമുക്ക് ടേക്ക് ഇൻ എന്നുകൊണ്ട് ചിന്തിക്കാം. ദെൻ ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടുകളൊക്കെ നമ്മൾ എഴുതിയെടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, ടേക്ക് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ എടുക്കുക എന്നല്ല, പിന്നിലേക്ക് എടുക്കുക എന്നുള്ളതൊക്കെ പറയില്ലേ. ദെൻ ടേക്ക് ബാക്ക്, വിഡ്രോ, തിരികെ എടുക്കുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസംബിൾ എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. ദെൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ദെൻ പിന്നെ വരുന്നത് എന്താണ്, കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക, കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. ദെൻ കോൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൊടുക്കുക. ദെൻ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സന്ദർശിക്കുക എന്നുള്ളതാണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ദെൻ ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ, നിരീക്ഷിക്കുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ക്യാരി ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ, അങ്ങനെ ആ ഒരു മീനിങ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെർബിന്റെ കൂടെ നമ്മൾ പ്രിപ്പോസിഷൻസോ അല്ലെങ്കിൽ അഡ്വർബുകളോ യൂസ് ചെയ്ത് പുതിയൊരു മീനിങ് ഉള്ള വേർഡ് നമ്മൾ എടുക്കുക അല്ലെ. പക്ഷെ അത് നമ്മൾ എന്താ പറയാ, നമ്മൾ റൈറ്റിങ്സിനേക്കാളും, അതായത് നമ്മുടെ ഓറൽ റൈറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷനേക്കാളും കൂടുതൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ ഓറൽ കമ്മ്യൂണിക്കേഷനിലാണ് അല്ലെ, വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാളും നമ്മൾ ഈ ഫ്രൈസൽ വെർബുകൾ യൂസ് ചെയ്യുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, എക്സാമിന് നമുക്ക് പ്രിപ്പോസിഷൻസ് ഫ്രൈസൽ വെർബുകൾ ചോദിക്കുന്നത് ബ്രാക്കറ്റിൽ നമുക്ക് ഫ്രൈസൽ വെർബുകൾ തരും. എന്നിട്ട് നമ്മളോട് അത് ചൂസ് ചെയ്തിട്ട് കറക്റ്റ് ഫ്രൈസൽ വെർബ് ഏതാണ് നമുക്ക് തന്നിട്ടുള്ള സെന്റൻസുകളിൽ വേണ്ടത് എന്ന് ചൂസ് ചെയ്തിട്ട് എഴുതാനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് സെന്റൻസും അതിന് യൂസ് ചെയ്യുന്ന ഫ്രൈസൽ വെർബ് ഇവിടെ ഒന്ന് വായിക്കാം. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ലിസൺ. ആഫ്റ്റർ എ ലോങ് ബാറ്റിൽ വിത്ത് ക്യാൻസർ ദ പ്രൊഫസർ ഡാഷ് യെസ്റ്റർഡേ. അപ്പൊ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രൈസൽ വെർബ് ഏതാണ്, പാസ്ഡ് എവേ
അല്ലെ. നമ്മൾ ഡൈ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആ പാസ്ഡ് എവേ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അതായത് ആ ക്യാൻസറിനോടുള്ള ആ ഒരു ക്യാൻസർ രോഗത്തോടുള്ള ആ ഒരു യുദ്ധത്തില് ഒരുപാട് കാലത്തെ യുദ്ധത്തിന് ശേഷം ഇന്നലെ പ്രൊഫസർ എന്തായി, മരിച്ചു എന്നുള്ളതാണ് വരുന്നത്. പാസ്ഡ് എവേ എന്നാണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. ദെൻ ആസ് ഐ ബാക്ക്ഡ് എവേ ഹി ഡാഷ് മീ വിത്ത് എ നൈഫ് അല്ലെ. അവിടെ എന്താ വരുന്നത്, കെയിം അറ്റ് എന്നാണ് വരുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആസ് ഐ ബാക്ക്ഡ് എവേ, ഞാൻ ബാക്കിലേക്ക് മാറിപ്പിക്കും, ഹി ഡാഷ് മീ വിത്ത് എ നൈഫ് അല്ലെ, എന്നെ നൈഫ് കൊണ്ട് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് വരുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ വരുന്നത്, കെയിം അറ്റ് അല്ലെ, അവൻ അതിന്റെ നേരെ നൈഫ് കൊണ്ട് വന്നു എന്നുള്ളതാണ് വരിക അല്ലെ. നൈഫ് കെയിം അറ്റ് എന്നുള്ളതാണ് വരുന്നത് അല്ലെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡോണ്ട് ഡാഷ് politics if you want to have quite conversation with gay അല്ലെ. നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് നല്ല കോൺവെർസേഷൻ നടത്തുന്ന സമയത്തേക്ക് എന്ത് കൊണ്ടുവരരുത്, പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത് അല്ലെ. അപ്പൊ ഇതൊരു മെൻഷൻ ചെയ്യാണ്. അപ്പൊ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ബ്രിങ് അപ്പ്, കൊണ്ടുവരരുത് എന്നുള്ളതാണ് പറയുന്നത് അല്ലെ, ബ്രിങ് അപ്പ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് he dashed before a judge and was fined $1,000. അവിടെ വരിക came up എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഫ്രൈസൽ വെർബ് നമുക്ക് ബോക്സിൽ തരും, 4 5 5 മാർക്കിന് തന്നെയാണ് കാണുന്നത്. ബോക്സിൽ തരും, ആ ബോക്സിൽ ഒരു 5 ഫ്രൈസൽ വെർബ് തന്നിട്ട് താഴെ 5 സെന്റൻസ് ആയിട്ട് തരും. ആ 5 സെന്റൻസിൽ നമുക്ക് തന്നിട്ടുള്ള ഫ്രൈസൽ വെർബിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ചൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അവിടെ എഴുതുക. അങ്ങനെയാണ് ഫ്രൈസൽ വെർബിന്റെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ഗ്രാമർ ടോപ്പിക് കൂടി വരാറുണ്ട് സാധാരണയായിട്ട്, പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. ഇത് ഇറഗുലർ ആയിട്ടാണ് കാണാറുള്ളത്. ഒരു ഇയറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഇയറിൽ കാണാറില്ല, അടുത്ത ഇയറിൽ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു സെക്ഷനാണ് പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ്. അപ്പൊ അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് തന്നെയാണ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി ആഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ വേർഡ് അല്ലെ, ഒരു വേർഡിന്റെ മുന്നിൽ നമ്മൾ വേറൊരു വേർഡ് ചേർക്കുക, അതാണ് എന്ത്, പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചേർക്കുന്ന വേർഡുകൾ ഏതൊക്കെയാണ്, ഇം, അൺ, ഡിസ്, ഇർ എന്ന ആ ടൈപ്പ് വേർഡ്സുകളാണ് നമ്മൾ പ്രിഫിക്സിന്റെ മുന്നിൽ ചേർക്കുന്നത്. അപ്പോൾ എന്തായി, ഇം പ്ലസ് മോർട്ടൽ എന്ന വേർഡിന്റെ കൂടെയാണ് നമ്മൾ ഇം എന്ന് ചേർത്തപ്പോൾ എന്തായി, ഇമ്മോർട്ടൽ എന്നായി അല്ലെ. അതുപോലെ അഡ്വാൻറ്റേജ് എന്ന വേർഡിന്റെ കൂടെ നമ്മൾ ഡിസ് എന്ന വേർഡ് ചേർത്തപ്പോൾ എന്തായി, ഡിസ്അഡ്വാൻറ്റേജ് ആയി. അതേപോലെ വേറൊരു വേർഡ് പറയുകയാണെങ്കിൽ റെഗുലർ എന്ന വേർഡിന്റെ കൂടെ ഇർ എന്ന് ചേർത്തപ്പോൾ എന്തായി, ഇറഗുലർ എന്നാവും അല്ലെ. അപ്പൊ അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേർഡിന്റെ മുന്നിൽ വേർഡ് ചേർക്കുക അല്ലെ. ദെൻ ഇനി സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താവും, സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വി ആഡ് ടു ദ എൻഡ് ഓഫ് എ വേർഡ് അല്ലെ, വേർഡിന്റെ എൻഡിലായിട്ട് നമ്മൾ പുതിയ വേർഡ് ചേർത്ത് കൊടുക്കുക. അപ്പൊ എന്തായി മാറും, വേറൊരു വേർഡ് ആവും അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ചേർക്കുന്ന വേർഡുകൾ ഏതൊക്കെയാണ്, ഐസ്, ഹുഡ്, ഏജ്, മെന്റ്, ലെസ്, നെസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെന്തായി മാറുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമ്മോർട്ടൽ എന്ന ഒരു വേർഡിന്റെ കൂടെ ലൈസ് അല്ലെ, ലൈസ്, ലൈസ് എന്ന ഒരു വേർഡ് നമ്മൾ ചേർക്കുമ്പോൾ എന്തായി, ഇമ്മോർട്ടലൈസ് അല്ലെ, അത്തരത്തില് മാറുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രിഫിക്സസും സഫിക്സസും. അപ്പൊ നമ്മുടെ ഒരു തവണ ഒരു ഇയറിൽ 2022 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്, 10 വേർഡ് തന്നിട്ട് അതിന് പ്രിഫിക്സസും സഫിക്സസും ഏതാണോ യൂസ് ചെയ്തേണ്ടത് വെച്ചെങ്കിൽ അത് യൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് വേർഡ് ആണ് അപ്പൊ വരിക, അത് അങ്ങനെ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ അതായത് ഫോർ കാപ്പബിൾ എന്നൊരു വേർഡ് ഉണ്ട്, അതിലെന്താണ്, ഇൻ എന്നാണ് നമ്മൾ ചേർക്കുന്നത് അല്ലെ. അപ്പൊ ഇൻകാപ്പബിൾ ആയി. ദെൻ ഫോർച്ചുനേറ്റ്, അൺഫോർച്ചുനേറ്റ് അല്ലെ. എഡ്യൂക്കേറ്റഡ് എന്തായി, അൺഎഡ്യൂക്കേറ്റഡ് അല്ലെ. അഡ്വാൻറ്റേജ് എന്നൊരു വേർഡ് ആണെങ്കിൽ എന്തായി, ഡിസ്അഡ്വാൻറ്റേജ്, നമ്മളവിടെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് അതല്ലേ. ദെൻ എക്സ്പെൻസീവ്, എക്സ്പെൻസീവ് വന്നപ്പോ എന്തായി, ഇൻഎക്സ്പെൻസീവ് എന്നായി അല്ലെ. എക്സ്പെൻസീവ് എന്ന് വന്നപ്പോ ഇൻഎക്സ്പെൻസീവ് എന്നായി. ദെൻ പിന്നെ വരുന്നത് ഏതാണ്, അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സുകളാണ് നമുക്ക് എന്തിൽ വരുന്നത്, എക്സാമിന് ഇതുപോലെ വേർഡ് തന്നിട്ട് പ്രിഫിക്സോ അല്ലെങ്കിൽ സഫിക്സ് യൂസ് ചെയ്തിട്ട് ഏതാ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മളോട് എഴുതാൻ പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഗ്രാമറിന്റെ ബേസിക്കിൽ വരുന്നത്. അപ്പൊ ഓരോന്നിനും 5 മാർക്ക് 10 മാർക്ക് ഒക്കെ ആയിട്ടാണ് ഓരോ പോർഷനും വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്രാമറിന്റെ പോർഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗ്രാമറിന്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഗ്രാമർ പാർട്ടുകളെല്ലാം പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് അതിൽ നിന്ന് വരുന്നത് ജനറൽ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ഷോർട്ട് നോട്ട്സ് ചോദിക്കാം
അല്ലെ ഷോർട്ട് നോട്ട്സിൽ ഇന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കുകളായിട്ട് അതിൽ കാണുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കുമ്പോഴും റെഗുലറായിട്ട് ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ഷോർട്ട് നോട്ട്സ് ഉണ്ട്. ദെൻ അതുപോലെ എന്താ പറയുക എസ്സേ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡയലോഗ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ മേക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ദെൻ സ്പീച്ചിനുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. അതുപോലെ ഡയറി എൻട്രി കാണുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടോ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടോ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ഷോർട്ട് നോട്ട്സ് അത് നമ്മളുടെ വ്യൂ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മളുടെ വ്യൂ പോയിന്റിൽ നമ്മളോട് എഴുതാനാണ് പറയുന്നത്. അങ്ങനെയാണ് ഷോർട്ട് നോട്ട്സും അതുപോലെ എസ്സേയും ഒക്കെ ചോദിക്കുന്നത്. റെഗുലർ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്നതിൽ നമുക്ക് അങ്ങനെ കാണുന്നില്ല. ജനറൽ ആയിട്ടാണ് ഇതെല്ലാം ചോദിക്കുന്നത്. ദെൻ പിന്നെ വരുന്നത് ഡയലോഗ് പ്രിപ്പറേഷൻ ആണ്. അതും നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിലുള്ള കോൺവെർസേഷൻ മേക്ക് ചെയ്യാനായിട്ടാണ് വരുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾക്ക് എത്രയാണോ അലോട്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ പിന്നെ വരുന്നത് സ്പീച്ചാണ്. സ്പീച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ അല്ലെ ആ ഒരു രീതിയിൽ നിങ്ങൾ സ്പീച്ചിനുള്ള എങ്ങനെയാണോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് സ്പീച്ച് നിങ്ങൾ എഴുതുക. ദെൻ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ലാസ്റ്റ് ടോപ്പിക് ഡയറി എൻട്രി ആണ്. ഡയറി എൻട്രി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇതിൽ നമുക്ക് അതിനൊരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ഒരു ഡയറി എഴുതുമ്പോൾ അതിന്റെ ഡയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പേഴ്സണലായിട്ട് നമ്മളെ കുറിച്ച് എഴുതുന്നതാണ്. പിന്നെ ഡയറി എന്ന് പറയുന്നത് പാസ്റ്റില് കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത് പാസ്റ്റ് ടെൻസിലായിരിക്കണം ഡയറി എപ്പോഴും എഴുതേണ്ടത്. അപ്പൊ അതിന് ഡയറിക്ക് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ആ ഒരു എലമെന്റ്സ് നമ്മൾ എപ്പോഴും നമ്മുടെ ഡയറി എഴുതുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യണം. എന്തൊക്കെയാണ് ആ ഡയറിയിൽ വരുന്ന എലമെന്റ്സ്? ഫസ്റ്റ് നമുക്ക് വേണ്ടതാണ് ഡേറ്റും ഡേയും. എന്നാണോ നമ്മൾ എഴുതുന്നത് ആ ഡേറ്റും വേണം. ഏത് ഡേ ആണോ, ദിവസം ഏതാണോ, മൺഡേ ടു സൺഡേ വരുന്നുണ്ടല്ലോ അതിൽ ഏത് ഡേ ആണെന്നുള്ളതും നമ്മൾ അവിടെ എഴുതേണ്ടതുണ്ട്. ദെൻ പ്ലേസ്, അത് ഓപ്ഷണൽ ആണ്. നമുക്ക് വേണമെങ്കിൽ എഴുതാം. നമുക്ക് ഇങ്ങനെ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാം, എഴുതണം. അല്ലാത്ത പക്ഷം നമുക്ക് എഴുതണം എന്നില്ല. അപ്പോൾ പ്ലേസ് നമ്മൾ എവിടെയാണ് അപ്പോൾ എന്നുള്ള ആ ഒരു പ്ലേസ് എഴുതണം. ദെൻ ടൈം, നമ്മൾ എപ്പോഴാണ് ആ ഡയറി എഴുതാൻ പോകുന്ന സമയം, ഡയറി എഴുതുന്ന ടൈം എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ അവിടെ എൻ്റർ ചെയ്യണം. ദെൻ സല്യൂട്ടേഷൻ, നമ്മൾ ഡയറിക്ക് ഒരു റെസ്പെക്ട് കൊടുക്കണം ഡിയർ, നമ്മുടെ ഫ്രണ്ട് എന്ന രീതിയിൽ ഡിയർ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഡയറി എഴുതാൻ. ഡയറിക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേരൊക്കെ കൊടുക്കാം അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അത് നമ്മുടെ ഒപ്പീനിയൻ ആണ് ദെൻ പിന്നെ അതിനെന്താണ് ബോഡി പാർട്ട് ഉണ്ടായിരിക്കണം. ബോഡി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറിയിൽ എന്താണ് സാധാരണ എഴുതാറ്? നമ്മളുടെ എക്സ്പ്രഷൻസ് ഓഫ് ഹൗ ടു റൈറ്റ്, എന്താണ് നമ്മൾ ഡയറിയിൽ എഴുതുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡയറി എഴുതുന്നതാണ്. എന്തൊക്കെയാണ്? എക്സ്പ്രസ് യുവർ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഡയറി കൂടി നമുക്ക് എഴുതാം, എക്സ്പ്രസ് ചെയ്യാം ഡയറി എന്ന് പറയുമ്പോൾ നമുക്കൊരു നമുക്ക് ഫ്രീഡം ആണ് ഡയറി എഴുതാൻ. നമ്മുടെ സ്വന്തമാണ്, ആരും വായിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഏതൊരു തരത്തിലുള്ള ഇമോഷൻ ആയിക്കോട്ടെ അത് നമുക്കതിൽ എഴുതി വെക്കാം ദെൻ ബ്രീഫ് സമ്മറി ഓഫ് ദ ഡേ, ആ ഒരു ദിവസത്തിന്റെ ബ്രീഫ് സമ്മറി നമുക്ക് എഴുതി വെക്കാം. ദെൻ ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ഡയറിയിൽ കൊടുക്കാം. അതുപോലെ എന്താണ് എക്സ്പ്രസ് ഹാപ്പിനെസ് ഓർ പ്ലഷർ എന്താണ് ഒരു ഹാപ്പിനെസിന്റെയും പ്ലഷറിന്റെയും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡയറി എഴുതാം. അതുപോലെ എൻഡ് വിത്ത് ഹോപ്പ് ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡയറീനെ അവസാനിപ്പിക്കാം. അതായത് ഡയറി എഴുതുന്നത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഡയറിയിൽ വേണ്ടത്. പിന്നെ ഡയറി എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിൽ യാതൊരു തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും അതായത് നുണയായ കാര്യങ്ങൾ ലൈസ് ഒന്നും നമ്മൾ അതിൽ എഴുതി വെക്കാൻ പാടില്ല. കാരണം ഡയറിക്ക് നമ്മളൊരു റെസ്പെക്ട് കൊടുക്കണം അത് നമ്മുടെ സ്വന്തം എന്താ പറയുക നമ്മുടെ സ്വന്തം ഒപ്പീനിയൻസ് നമ്മൾ അതിൽ എഴുതും. നമുക്കത് ഫ്രീഡമാണ് നമുക്ക് ഡയറി എഴുതാൻ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഇമോഷൻസ് ഹാപ്പിനെസ് ഒക്കെ തുടങ്ങുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിൽ എൻ്റർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഡയറി എൻട്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പേപ്പറിൽ പാസ്സാവാം. കാരണം കൂടുതലായിട്ടും ജനറൽ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്രാമർ ടോപ്പിക്കുകൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക, എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പേപ്പറിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ആം ഗോയിങ് ടു വൈൻഡ് അപ്പ്. താങ്ക് യു.